വിശ്വസകർത്താവേ, ഇത് അങ്ങയുടെ നേരം, അങ്ങയുടെ ജനം, അങ്ങയുടെ സ്ഥലം, അങ്ങയുടെ പട്ടണം. അങ്ങ് തന്നെ ഞങ്ങൾക്കായി ശുശ്രൂഷിക്കും, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും, യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. എല്ലാവരും ആമേൻ പറഞ്ഞേ. പ്ലീസ് ടേൺ യുവർ അറ്റൻഷൻ ടു റെവലേഷൻ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യത്തിലേക്കും 2-ാം അധ്യായം 17-ാം വാക്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മുടെ സീരീസ് തുടരുകയാണ്. ജയിക്കുന്നവർ, ദൈവത്തിന്റെ ജനം ജയിക്കുന്നവർ, ദൈവത്തിന്റെ സഭ ജയിക്കുന്നവർ. പരാജയത്തെ മായ്ച്ചു കളഞ്ഞ് ഈ വചനത്തെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം, ഒരുമിച്ച് ദൈവിക ജയം പിന്നെയും ഏറ്റെടുക്കാം. വെളിപ്പാട് പുസ്തകം, ദ ബുക്ക് ഓഫ് റെവലേഷൻ, ഫസ്റ്റ് ചാപ്റ്റർ 21 verse 7, then followed by chapter 2 verse 17. സ്തോത്രം. വെളിപ്പാട് 21:7 കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. ഒരുമിച്ച് വായിച്ചേ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ജയിക്കുന്നവരുടെ അവകാശമത്രേ ദൈവത്തിന്റെ കൃപയാൽ നാം ധ്യാനിക്കുന്നത്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഇന്ന് പകൽ നമുക്ക് കേൾക്കാം. പെർഗമോസ് സഭയെ നോക്കി കർത്താവ് ജയിക്കുന്നവനുള്ള അവകാശമായി എന്താ പറയുന്നത്? 2-ാം അധ്യായം ചാപ്റ്റർ 2 verse 17. 2-ാം അധ്യായം 17-ാം വാക്യം. 2-ാം അധ്യായം 17-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നതല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഒരിക്കൽ കൂടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. 3 കാര്യം കർത്താവ് പെർഗമോസ് സഭയിൽ ജയിച്ചു വരുന്നവന് നൽകും എന്ന് പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. പ്രതീക്ഷയുടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിശ്ചയമായും ജയത്തിന്റെ ജീവിതമത്രേ. 2000 വർഷത്തെ സഭയുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുന്നതായ സമയത്ത് ദൈവകൃപയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഏറ്റവും മൂർച്ചയോടുകൂടെ വന്നതായ എല്ലാ ദാസന്മാരും സഭകളും ശുശ്രൂഷകളും അധികം സ്തോത്രം പ്രശ്നങ്ങളിൽ നിന്ന് വന്നവരത്രേ. തമിഴ്നാട്ടിൽ നിന്നുള്ള പല സഹോദരന്മാർ തിരുവനന്തപുരം പട്ടണത്തിന്റെ തെരുവുകളിലൂടെ നടന്നിട്ട് കത്തിരാവാനുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മൾ കൂടെ കേൾക്കാറുണ്ട്. അതെ, അവരൊരു പ്രത്യേക സ്തോത്രം ഉപകരണത്തിൽ വെച്ച് ആ കത്തി ഇങ്ങനെ രാവുമ്പോൾ അതിൻ്റെ തുരുമ്പുകൾ പോയി അതിൻ്റെ മൂർച്ച വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും കാര്യാദികളിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിടുന്നെങ്കിൽ സഹോദരന്മാരെ, ഒന്നും തിന്മയ്ക്കല്ല വരുന്നത്, നിങ്ങളുടെ മൂർച്ച വർദ്ധിക്കുവാനായി എൻ്റെ ദൈവം നിന്നെ ഒരുക്കുകയാത്രേ. സ്തോത്രം. പെർഗമോസ് എന്നറിയപ്പെടുന്ന പട്ടണത്തിലും അതത്രേ സംഭവിച്ചത്. പെർഗമോസ് എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. സ്തോത്രം. ഇന്നത്തെ ടർക്കിയിലാണ് പെർഗമോസ് നിൽക്കുന്നത്. പെർഗമോസ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് എൻ്റെ കർത്താവെ 1/2 കിലോമീറ്ററോളം നീളമുള്ളതായ സ്തോത്രം 1/4 കിലോമീറ്റർ വീതിയുള്ളതായ ഒരു ഭയങ്കര പള്ളി ഉണ്ടെന്നല്ലേ എനിക്ക് പറയാനുള്ളത്. 4 ചുവരുണ്ട്. 4 ചുവരേ ഉള്ളൂ. മേൽക്കൂരയെല്ലാം പൊളിഞ്ഞു പോയി. കുൻസ്തന്തീനോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ കടന്നു വന്നപ്പോൾ തൻ്റെ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും പള്ളി പണിതു. അക്കാലത്ത് പണിത പള്ളികൾ ഒരേ ഒരു പള്ളിയെ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. യേശു കർത്താവ് ജനിച്ച ബെത്ലഹേമിൽ നിൽക്കുന്ന പള്ളി. ബാക്കിയുള്ള 3 പള്ളികൾ പൊളിക്കപ്പെടുകയുണ്ടായി. കേൾക്കണമേ. അങ്ങനെ പെർഗമോസിൽ കടന്നു പോകുമ്പോൾ 1/2 കിലോമീറ്ററോളം നീളമുള്ളതായ ദീർഘമേറിയ ഒരു പള്ളി, അതിൻ്റെ 1/4 കിലോമീറ്ററോളം വീതിയുണ്ട്. അതിനകത്ത് 10,000-കണക്കിന് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയുള്ളതായ ഒരു വലിയ പള്ളിയായിരുന്നു, വലിയ സഭയായിരുന്നു പെർഗമോസ് എന്നറിയപ്പെടുന്നതായ സ്ഥലം. എന്നാൽ ആ പെർഗമോസിലെ ആ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആ പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ആ 4 ചുവരുകളെ നമ്മളിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഡെയിലി
ആയിരക്കണക്കിന് ആൾക്കാരാണ് പെർഗമോസ് പട്ടണം കാണാൻ വേണ്ടി വരുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഗൈഡ് വഴികാട്ടി, അയ്യോ ഇതിനേക്കാൾ പ്രധാനമായ മറ്റൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് 3-3.5 കിലോമീറ്റർ അകലെയുള്ളതായ ഒരു കുന്നിലേക്ക് ഓടിച്ച് നമ്മളെ കൊണ്ടുപോകും. ആ പെർഗമോസിന്റെ ആ കുന്നിലേക്ക് കടന്നു പോയാൽ അവിടെ സാത്താന്റെ അതേ ബലിപീഠം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. സാക്ഷാൽ സാത്താന് ബലി നൽകുന്ന, സാത്താനെ ആരാധിക്കുന്നതായ ഒരു സ്ഥലമുണ്ട്. സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ സ്തോത്രം അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി കടന്നു വരുന്നതുവരെ അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. അവിടെ മുഴുവൻ സാത്താന്യ സഭക്കാരായിരുന്നു. നേരിട്ട് സാത്താനെ ആരാധിക്കുന്നതായ ജനവും സ്തോത്രം ബലിപീഠവും അത്രേ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, ഇസ്മായിലിനും ഇസ്ഹാക്കിനും ഒരുമിച്ച് വസിപ്പാൻ കഴിയത്തില്ല. പെട്ടകത്തിനും ദാഗോനും ഒരുമിച്ച് വസിപ്പാൻ കഴിയത്തില്ല. മനസ്സിലായില്ല? സ്തോത്രം. ഇരുളിനും വെളിച്ചത്തിനും ഒരുമിച്ച് വസിപ്പാൻ കഴിയത്തില്ല. എവിടെ സുവിശേഷം പറയുമോ അവിടെ ഇരുട്ട് ഓടും, അവിടെ ശാപം തകരും, അവിടെ വെളിച്ചം ദൈവകൃപയാൽ വെളിപ്പെടും. പെർഗമോസ് എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് സാത്താന്റെ ബലിപീഠം അടയ്ക്കപ്പെട്ട്, സാത്താന്റെ പള്ളി പൊളിക്കപ്പെട്ട്, അവിടെ 10,000-കണക്കിന് ജനം രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സ്ട്രോങ് ചർച്ച് പെർഗമോസ് എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് സ്തോത്രം ഇതാ ഉളവായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിനും സ്തോത്രം ഈ അധ്യായത്തിന് ശേഷവും ഇതിനു മുൻപുമുള്ളതായ 7 സഭകളുടെ സ്തോത്രം അതെ ജയിക്കുന്നവരുള്ള പ്രതിഫലം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ വളരെ ആവേശപരമായ രീതിയിൽ കർത്താവ് 3 കാര്യങ്ങളെ പറയുകയാണ്. കാരണം ഇവർ അമ്മയുടെ സാരിത്തുമ്പ് പിടിച്ചിട്ടല്ല പള്ളിയിൽ വന്നത്, ഇവർ ദൈവസഭയിൽ വന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കണ്ടിട്ടത്രേ. ഇന്ന് പകൽക്കാലം മറ്റാർക്കുമില്ലാത്ത പ്രശ്നങ്ങളും മറ്റുള്ള ആർക്കുമില്ലാത്ത തിരമാലകളും കൊടുങ്കാറ്റുകളും സ്തോത്രം പ്രതിസന്ധികളെ കണ്ടിട്ട് ആരെങ്കിലും കയറി വന്നെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി നിസ്സംശയം വിളിച്ചു പറയട്ടെ, മറ്റാർക്കുമില്ലാത്ത വലിയ മഹത്വത്തിന്റെ ഉടമസ്ഥാവകാശം കൂടെ ദൈവം നിങ്ങളുടെ മേൽ പകരുന്നുണ്ട്. ഹല്ലേലൂയ. വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളികളും പ്രതിസന്ധികളും നിങ്ങൾ പകർന്നെങ്കിൽ സ്തോത്രം ഏതോ വലിയൊരു പകർച്ചയുടെ വിലയത്രേ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു 3 കാര്യങ്ങളാണല്ലോ കർത്താവ് പറയുന്നത്. ഒന്നാമതായി പറയുന്നു, മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ അവന് കൊടുക്കും. ഇത്രയും പ്രശ്നത്തിൽ നിന്ന് വരുന്നവനുണ്ടല്ലോ, അവനെ ദൈവം പറയുന്നത് ഞാൻ അവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, മന്ന മറഞ്ഞതാണ്. പറഞ്ഞാട്ടെ, മന്ന മറഞ്ഞതാണ്. എനിക്കറിയത്തില്ല മന്ന ആരെങ്കിലും എടുത്തിട്ട് പോയതാണോ അല്ല തമ്പുരാൻ തന്നെ മറച്ചതാണോ. സ്തോത്രം. ഇന്ന് ഭൂമിയിൽ എവിടെയെങ്കിലും മന്ന പെയ്യുന്നോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് മരുഭൂമിയിൽ 40 വർഷം നടത്തുകയുണ്ടായി. 40 വർഷം മരുഭൂമിയിൽ കർത്താവ് നടത്തുമ്പോൾ 30 ലക്ഷം ജനം ഉണ്ടായിരുന്നു. കേൾക്കണം, 40 വർഷം ദൈവം മരുഭൂമിയിൽ 30 ലക്ഷം ജനത്തെ നടത്തുമ്പോൾ എല്ലാ ദിവസവും രാവിലെ മന്ന പൊഴിയുമായിരുന്നു. എന്താ കാര്യം? മഹത്വത്തിന്റെ കീഴിൽ അവരായിരുന്നത് കൊണ്ട് മന്ന പൊഴിയുകയുണ്ടായി. നീ ഞാൻ പ്രശ്നത്തിന്റെ കീഴിലും പിറുപിറുപ്പിന്റെ കീഴിലും സ്തോത്രം അതെ എന്തുവാ അതെ മറ്റേതെങ്കിലും കാര്യാദികളല്ല ജീവിക്കേണ്ടത്. മഹത്വത്തിൽ മറഞ്ഞിരിക്കുന്നെങ്കിൽ നേരത്തെ നാം പാടിയതുപോലെ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനത്താൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇന്നും നമ്മുടെ മേൽ പകർന്ന് നടത്തുവാൻ ദൈവം ശക്തനത്രേ. 30 ലക്ഷം ജനം ഭക്ഷിക്കേണ്ടതായ സ്തോത്രം മന്ന പൊഴിയുക. അരേ ബാബരേ, 30 ലക്ഷം ജനം ഭക്ഷിക്കേണ്ട മന്ന എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ത്യൻ റെയിൽവേയുടെ 5 ഗുഡ്സ് ട്രെയിൻ മന്നയാണ് പെയ്തിറങ്ങുന്നത്. ചില്ലറക്കാരിയല്ല, 5 ഗുഡ്സ് ട്രെയിനിന്റെ മന്നയാണ് പെയ്തിറങ്ങുന്നത്. 14 പ്രാവശ്യം ഈ ജനം ദൈവത്തിന് മുൻപിൽ പിറുപിറുത്തു. 14 പ്രാവശ്യം പാപം ചെയ്തു. നീ എനിക്കിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലേ, ഒരു കാര്യം ചെയ്യ്, നാളെ 11:30 മണിക്ക് ശേഷമേ മന്ന വരുന്നുള്ളൂ എന്ന് തമ്പുരാൻ പറഞ്ഞില്ല. കാരണം ദൈവം മലയാളിയല്ല. ഓ കമാൻ, ദൈവം നമ്മളെ പോലെയല്ല. ദൈവത്തിന്റെ ഹൃദയം വിശാലമത്രേ. നമ്മുടെ അപ്പച്ചന്റെ ഹൃദയം ഉണ്ടല്ലോ, ഹിമാലയത്തേക്ക് എവറസ്റ്റിനേക്കാൾ ഉയർന്നതാണ്, ആകാശത്തെക്കാൾ വിശാലമാണ്, പസഫിക്കിനേക്കാൾ വലുതാണ്. മനുഷ്യർ സ്തോത്രം അഥവാ ഇസ്രായേൽ ജനം 14 പ്രാവശ്യം പാപം ചെയ്തു, 14 പ്രാവശ്യം പുറപ്പെടുത്തു. മനുഷ്യർ അവിശ്വസ്തനായി, പക്ഷെ ദൈവം വിശ്വസ്തനായി തന്നെ തുടരുന്നു. എത്ര പേർ പറയുന്നു എന്റെ ദൈവം വിശ്വസ്തനായിരിക്കുന്നു? നീ പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും ദൈവം നിന്നെ നടത്തിയില്ലേ? നീ
ബൈബിൾ ആഴ്ചകളോളം തൊടാതിരുന്നിട്ട് തമ്പുരാൻ ദൈവകൃപയാൽ നിന്നെ പരിപാലിച്ചില്ലേ? കാരണം സ്തോത്രം, നീ അവിശ്വസ്തനായി പോയപ്പോഴും, നീ പിന്മാറ്റത്തിൽ തണുത്തപ്പോഴും എൻ്റെ ദൈവം വിശ്വസ്തനായി തുടരുന്നു. വിശ്വസ്തനായ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് സ്തോത്രം. സോ മന്ന പൊഴിയപ്പെട്ടു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി ഇതാ മന്നയെ അയക്കുവാൻ വേണ്ടി പോകുന്നു. ഹേ, ഹൗ ഈസ് മന്ന ലുക്ക് ലൈക്ക്? മന്ന എപ്രകാരമാണ്? പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യം. സ്തോത്രം, അത് കൊത്തമ്പാലരി പോലെ. കൊത്തമ്പാലരി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കൊത്തമ്പാലരി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തട്ടെ. ആരും കണ്ടിട്ടില്ലയോ? കുറച്ച് പേരേ ഉള്ളൂ. കൊത്തമല്ലി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയ. കൊത്തമല്ലിയും കണ്ടിട്ടില്ലയോ? സ്തോത്രം. എൻ്റെ കർത്താവേ, ആഹാരമെല്ലാം ഹോട്ടലിൽ നിന്നാണോ മേടിച്ച് കഴിക്കുന്നത്? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വരുമല്ലോ. കൊത്തമല്ലി കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ചാട്ടെ. അതുപോലെ തന്നെ കണ്ടാൽ യാതൊരു, പുറമേ നോക്കിയാൽ വലിയ മനോഹാരിത ഒന്നുമില്ലാത്ത ഒരു കൊത്തമല്ലി, പുറമേ നോക്കിയപ്പോൾ കൊത്തമല്ലി ഒരു ഊത നിറത്തിൽ മനോഹരമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന കൊത്തമല്ലി, കൊത്തമ്പാലരി പോലെ. പക്ഷെ വെള്ള നിറമാണ്. വായിലിട്ടാലോ, ഈ പിള്ളേർക്കിടെ വായിൽ ഇപ്പൊ വെള്ളമൂറും, വായിലിട്ടാലോ തേൻ കൂട്ടിയ ദോശയോടത്ത രുചിയുള്ളതാണ്. സ്തോത്രം. അതെ, കൊത്തമ്പാലരി, അതാണ് മന്ന. അപ്പൊ കണ്ടാൽ കൊത്തമ്പാലരി പോലെ, കൊത്തമല്ലി പോലെ വെള്ള നിറമാണ്. വായിലിട്ടാൽ തേൻ കൂട്ടിയ ദോശയോടത്ത രുചിയുള്ളത്. സ്തോത്രം. കർത്താവെ, കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം തന്നെ 1 കിൻഡൽ പിറക്കി വെക്കാം എന്ന് ആർക്കെങ്കിലും പറയുന്നെങ്കിൽ, എൻ്റെ തമ്പുരാൻ അച്ചടക്കത്തിൻ്റെ ദൈവമാണ്. കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കല്ല, നല്ല വയറാണ് മക്കളെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഓരോരുത്തൻ സ്തോത്രം ഓരോ ഇടങ്ങഴി പിറക്കിക്കൊള്ളണം. 24 മണിക്കൂറേ സ്തോത്രം എക്സിസ്റ്റൻസ് ഉള്ളൂ. 24 മണിക്കൂർ കഴിയുമ്പോൾ മന്ന ചീത്തയായി പോകും. പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ ജനം അറിയേണ്ടതിന്, ദൈവം കരുതുന്ന ദൈവമെന്ന് ജനം അറിയേണ്ടതിന് വേണ്ടി തമ്പുരാൻ പ്രകാരം പറഞ്ഞു. സ്തോത്രം. പിന്നെ എൻ്റെ നിയമപ്പെട്ടകത്തിൽ നിങ്ങൾ 3 കാര്യങ്ങളെ വയ്ക്കണം. എൻ്റെ നിയമപ്പെട്ടകത്തിൽ 3 കാര്യം നിങ്ങൾ വയ്ക്കണം. എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം പറഞ്ഞാട്ടെ. എന്തൊക്കെ കാര്യങ്ങളാണ് നിയമപ്പെട്ടകത്തിലുള്ളത്? 1, manna which is in the golden jar, Aaron's budded rod and the tablets of the covenant. ഒന്നാമതായി മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. 2, അഹരോന്റെ തളിർത്ത വടി. 3, ദൈവത്തിന്റെ നിയമപ്പെട്ടകം. 3 കാര്യമത്രേ പെട്ടകത്തിന് അകത്തുള്ളത്. അതിനകത്ത് 3 കാര്യം ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ മീതെ മഹത്വം ഉള്ളത്. ഒരിക്കൽ കൂടെ, നിങ്ങൾ മിണ്ടിയില്ല. അതിൻ്റെ അകത്ത് ചില കാര്യം ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ മീതെ മഹത്വമുള്ളത്. അപ്പം മീതെ മഹത്വം ഇറങ്ങണമെങ്കിൽ അകം ശൂന്യമല്ല, അകം നിറഞ്ഞത് തന്നെ ആയിരിക്കണം. അകത്തത്ര നിറവുണ്ടോ ദൈവമക്കളെ, അത്രയത്രേ പുറത്ത് അതിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അകത്ത് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുവാൻ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. സോ അകത്ത് മന്ന വിച്ച് ഈസ് ഇൻ ദ ഗോൾഡൻ ജാർ. പക്ഷെ ഈ മന്നയ്ക്ക് എന്താ സംഭവിച്ചത്? തിരുവചനം പറയുന്നു, മോശയുടെ കാലത്ത്, സ്തോത്രം, അതെ, മോശയുടെ കാലത്ത് ആ പെട്ടകത്തിൽ മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ വടിയും അതുപോലെ ടാബ്ലറ്റ്സ് ഓഫ് ദ കവനന്റ്, ദൈവവചനം എഴുതിയ കൽപ്പലക ഉണ്ടായിരുന്നു. ദൈവവചനം എഴുതിയത് മോശയല്ല, സ്തോത്രം, അതെ, മോശയുടെ ഹാൻഡ് റൈറ്റിംഗിൽ പിന്നെയാണ് എഴുതിയത്. ആദ്യം തമ്പുരാൻ എഴുതി, ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗിൽ കർത്താവ് എഴുതി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ നോക്കണമേ, സ്തോത്രം, മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക, 3 കാര്യം മാത്രമേ അതിലുള്ളത്. പക്ഷേ 500 വർഷം മുന്നോട്ട് പോയപ്പോൾ, സ്തോത്രം, ശലോമോനിതായ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിയുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ആഫ്റ്റർ 500 years, 500 വർഷം കഴിഞ്ഞതായ സമയത്ത് ഈ പെട്ടകത്തിനകത്ത് 3 കാര്യം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 1 കാര്യം മാത്രമേ ഉള്ളൂ. സ്തോത്രം, 2 പോയി. ഏതൊക്കെയാ പോയത്? മന്ന ഇട്ട് വെച്ച പൊൻപാത്രം കാണാനില്ല, അഹരോന്റെ വടി കാണാനില്ല, സ്തോത്രം, ടാബ്ലറ്റ്സ് ഓഫ് ദ കവനന്റ് മാത്രമേ ഉള്ളൂ. സ്തോത്രം, നിയമ പെട്ടകത്തിനകത്ത്, അതെ, 1 രാജാക്കന്മാർ 8-9, അവിടെ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. അവിടെ സ്തോത്രം, ദൈവവചനം എഴുതിയ കൽപ്പലക മാത്രമേ ഉള്ളൂ. മന്ന പോയി. അയ്യോ, മന്ന പോയത് ചിലപ്പോ, സ്തോത്രം, അതെ, ഒരുപക്ഷെ അവിശ്വസ്തത ആയതുകൊണ്ട് ദൈവം മാറ്റിയതാണോ എനിക്കറിയത്തില്ല. തമ്പുരാൻ ദൂതനെ ഇറക്കി, അവന്മാർക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഈ മന്നയെ ഓർമ്മയ്ക്ക് വേണ്ടി വെക്കുന്നേ, എടുത്തു മാറ്റിയതാണോ, മനുഷ്യൻ മാറ്റിയതാണോ, വീടാണോ? പക്ഷെ പഴയ നിയമത്തിൽ സംഭവം
മന്ന അപ്രത്യക്ഷമായി. പഴയ നിയമത്തിൽ സ്തോത്രം മോശയ്ക്കും ശലോമോനും ഇടയ്ക്കുള്ള ഏതോ ഒരു സമയത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രം അപ്രത്യക്ഷമായെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ അപ്സെറ്റായി എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമല്ലല്ലോ, അയ്യോ പോയല്ലോ എന്ന്. സാരമില്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്നയെ പൊഴിച്ചവൻ പലസ്തീൻ നാട്ടിൽ ഇറങ്ങി നിന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമത്രേ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഇതാ വലിയൊരു പുരുഷാരം കടന്നു വരികയാണ്. അത്ഭുതവും അടയാളവും കണ്ടിട്ട് ജനം ഇതാ യേശുവിന്റെ അടുക്കലേക്ക് ധാരാളമായി കടന്നു വരികയാണ്. കർത്താവ് 5 അപ്പത്തെയും 2 മീനിനെയും വാഴ്ത്തി നുറുക്കി സ്തോത്രം ജനത്തിന് കൊടുത്തു. അന്ന് ഓസിന് ജനത്തിന് ആഹാരം കിട്ടി. പിറ്റെന്നും വിശന്നപ്പോ ജനം ഇങ്ങനെ ചിന്തിച്ചു, ഇന്നലെ ഓസിന് ഫുഡ് കിട്ടി, ഇന്നലെ ഓസിന് ആഹാരം കിട്ടി, ഇന്നും യേശുവിനെ കിട്ടിയിരുന്നെങ്കിൽ സ്തോത്രം ലഞ്ച് കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പം തിന്നാൻ അടുത്തുകൂടിയ ജനത്തോട് കർത്താവ് ദൂത് മാറ്റി സംസാരിക്കുകയാണ്. ഇന്നലെ പുറത്തെ മനുഷ്യന്റെ ആഹാരം തന്നു, ഇന്ന് അകത്തെ മനുഷ്യന്റെ ആഹാരം തരാൻ ഞാൻ തന്നെ ജീവന്റെ അപ്പമാകുന്നു. ഉടനെ അവറ്റകൾ ഇപ്രകാരം പറയുകയാണ്, പണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. ഉടനെ യേശു തിരിച്ചു പറയുന്നു, മോശയല്ല നിങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന കൊടുത്തത്, എന്നെ ഇങ്ങോട്ട് അയച്ചതായ എൻ്റെ പിതാവത്രേ മന്നയെ സ്തോത്രം നിങ്ങളുടെ പിതാക്കന്മാർക്ക് തന്നത്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് മന്നയെങ്കിൽ നിങ്ങൾക്കിതാ ജീവ അപ്പമായി ഞാൻ വന്നിരിക്കുന്നു. പക്ഷേ അവരുടെ കണ്ണ് അടഞ്ഞു, അവർ അവനെ ക്രൂശിച്ചു. അവരുടെ കണ്ണ് അടഞ്ഞതിനായി സ്തോത്രം, അതുകൊണ്ട് നമ്മുടെ കണ്ണ് തുറക്കുവാൻ ഇടയായി. അവർ യേശുവിനെ തള്ളി. അവർ യേശുവിനെ തള്ളിയത് കൊണ്ട് തമ്പുരാനെ നമുക്ക് കിട്ടി. എത്ര പേർ പറയും, ഞാൻ നശിക്കാതിരിക്കുന്നത് എൻ്റെ കർത്താവ് ജീവനും സമൃദ്ധിയായ ജീവനും പകരുന്നതായ ജീവമന്ന എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ഈ നല്ല ഞായറാഴ്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ ദൈവമക്കളെ. തിരുവചനം പറയുന്നു, സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, പഴയ നിയമത്തിൽ മറഞ്ഞ മന്ന ഇവിടെ ഇതാ ജയിക്കുന്നവന് കിട്ടുന്നെന്ന്. ദൂതിതാണ്, പഴയ നിയമത്തിൽ മറഞ്ഞ മന്ന ജയിക്കുന്നവനെ കിട്ടുന്നെന്ന്. ഓ, ഞാൻ ഒരിക്കൽ കൂടെ ആവേശത്തോടെ പറയും, പഴയ നിയമത്തിൽ മറഞ്ഞ മന്ന കഴിഞ്ഞ കാലത്ത് മറഞ്ഞത് ഇതാ പുതിയ നിയമത്ത് കാലത്ത് ജയിക്കുന്നവന് ദൈവം കൊടുക്കുന്നു. ഹോ, യേശുവിന്റെ നാമത്തിൽ നീയും ഞാനും ജയിച്ചേ പറ്റത്തുള്ളൂ. തോൽവിക്ക് നമുക്ക് പഴുതില്ല. തോൽവിയുടെ വഴികളും വാതിലുകളും പഴുതുകളും അടച്ചാട്ടെ. നഷ്ടപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ തിരിച്ചു പിടിപ്പാൻ, ജയിപ്പാൻ 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 ദൈവജനം ഏൽപ്പിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകലെന്ന് മാത്രമല്ല എന്നും എവിടെയും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് പലപ്പോഴും പറ്റുന്നതായ കാര്യം പണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു, രോഗശാന്തി ഉണ്ടായിരുന്നു, വിടുതൽ ഉണ്ടായിരുന്നു, കൃപാവര ഉണ്ടായിരുന്നു, അന്യഭാഷ വ്യാഖ്യാനം ഉണ്ടായിരുന്നു എന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഉണ്ടായിരുന്നതിന് റീത്ത് വയ്ക്കുന്ന പരിപാടി നിർത്തിയിട്ട് പണ്ടത്തെ ആരോഗ്യം എനിക്കിന്നും ഉണ്ട് എന്ന് കാലേബ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ മറഞ്ഞുപോയ സകലതും തിരിച്ചു പിടിക്കുവാൻ, മറഞ്ഞുപോയ സകലതും തിരിച്ചു പിടിക്കുവാൻ ദൈവത്തിന്റെ ജനം ഏൽപ്പിക്കപ്പെടുമാറാകട്ടെ. മറഞ്ഞ മന്നയെ കർത്താവ് തിരിച്ചു കൊടുക്കുക. സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ് പെർഗമസ്. പക്ഷെ സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലത്ത് വിശ്വാസിയെ ജയിപ്പിച്ച് ദൈവം നിർത്തിയിരിക്കുന്ന അടയാളം നോക്കിക്കേ. അവന്റെ വായിൽ മന്ന, വലത് കയ്യിൽ വെളുത്ത കല്ല്. സ്തോത്രം, നല്ലൊരു ചിഹ്നമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം, ജയിക്കുന്നവന്റെ ചിഹ്നം അവന്റെ വായിൽ മന്ന വേണം, അവന്റെ കയ്യിൽ കല്ല് വേണം. അവന്റെ വായിൽ മന്ന, കയ്യിൽ കല്ല്. അർത്ഥം, നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടത് ഫ്രഷ് മന്നയത്തെ. നിന്റെ വായിലിരിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ഏതോ അപ്പച്ചൻ ചവച്ചു തുപ്പിയതല്ല, ഏതോ പുസ്തകത്തിന്റെ ബാക്കിയല്ല, കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിക്ക് നമ്മൾ കേട്ടതല്ല. ഇന്ന് പകൽക്കാലമുള്ളത് മുട്ടുമടക്കിക്കൊള്ളണം. മടക്കാത്ത പാ നിന്റെ വീട്ടിലുണ്ടാകട്ടെ. നിന്റെ TV കത്തിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. TV-യിൽ നിന്ന് മാറ്, പേപ്പർ മടക്കി വെക്ക്, മുട്ടുമടക്ക്, എന്നിട്ട് വിളിച്ചു പറ, എന്റെ കർത്താവേ, കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗത്തിനും കരയുന്ന
പായുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗത്തിനും അതിന്റെ ആഹാരം നൽകുന്ന ദൈവമേ, ഈ ദിവസങ്ങൾക്കുള്ള മന്ന തരണമേ, ഈ മണിക്കൂറിന്റെ മന്ന തരണമേ. യേശുവിന്റെ നാമത്തിൽ മറഞ്ഞിരിക്കുന്ന മന്നകൾ മറനീക്ക് കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, വ്യക്തികളിൽ വെളിപ്പെടട്ടെ. കമാൺ, എത്ര പേര് ഈ പ്രവചന ദൂത് ഏറ്റെടുക്കും? ഒരു പുസ്തകത്തിൽ എഴുതി കാണാത്തത്, ഒരു പ്രാസംഗൻ പറയാത്തത്, മറഞ്ഞിരിക്കുന്ന മന്നകൾ, മറഞ്ഞിരിക്കുന്ന ഹിഡൻ മന്നാസ്, മറഞ്ഞിരിക്കുന്ന മന്നകൾ, മറഞ്ഞിരിക്കുന്ന മന്നകൾ ജയിക്കുന്നവന് വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. സഭ അത്ഭുതം കുറുമാറ്, ദൈവജനം കേട്ടിട്ടില്ലാത്തത് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്നയെ തമ്പുരാൻ കൊടുക്കുന്ന മണിക്കൂറുകളാണിത്. ദൈവത്തിന്റെ ജനമേ, ഇത് ചക്കയുടെയും മാങ്ങയുടെയും കാലം അല്ല. ഏതോ സ്പെഷ്യൽ ദൂതുകൾ ദൈവത്തിന് നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ഏതോ പ്രത്യേക നിയോഗങ്ങൾ 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 എന്റെ ദൈവത്തിന് നിന്നിൽ പകരുവാനുണ്ട്. ഓ, യേശുവിന്റെ നാമത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓ കരകളെ അടിച്ച ദൈവത്തെ സ്തുതിക്കുക. നിന്റെ വായിൽ മന്ന നിറയട്ടെ. ബൈബിൾ പറയുന്നു നമ്മുടെ വായിൽ മന്ന എത്രേ നിറയേണ്ടത്. എക്സാമ്പിൾ യേശു 1 പത്രോസ് 2:22 മുതൽ 24 വരെ അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ല. അവന്റെ വായിൽ വഞ്ചനയില്ല പത്രോസ്. പിന്നെ എന്തുവാ ഉള്ളത്? അവന്റെ വായിൽ വചനം അത്രേ ഉള്ളത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വായിൽ ഡോക്ടർ പറഞ്ഞത് എടുക്കല്ല്, വക്കീൽ പറഞ്ഞത് എടുക്കല്ല്, മനുഷ്യൻ പറഞ്ഞത് എടുക്കരുത്, നിന്റെ ബോസ് പറഞ്ഞത് എടുക്കരുത്, പിശാച് പറഞ്ഞത് എടുക്കരുത്. ചെകുത്താനെ, എന്റെ വായ് നിന്റെ ചവറ്റുകൊട്ട അല്ല. എന്റെ വായിൽ വചനം മാത്രം, എന്റെ വായിൽ വചനം മാത്രം. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ദൈവത്തിന്റെ വചനം മാത്രം നിന്റെ വായിൽ നിറഞ്ഞിരിക്കുമാറാകട്ടെ. നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞാട്ടെ. വചനം പറയുന്നെങ്കിൽ അസ്ഥികൾ ജീവിക്കും. വചനം പറഞ്ഞാൽ സൂര്യൻ നിൽക്കേണ്ടടുത്ത് നിൽക്കും, ചന്ദ്രൻ നിൽക്കേണ്ടടുത്ത് നിശ്ചലമാകും. വചനം പറഞ്ഞാൽ കൂട്ടവിടുതലുകൾ നടക്കും. വചനം പറഞ്ഞാൽ ഭൂതങ്ങൾ അങ്ങ് ദൂരെ അറബിക്കടലിൽ മാറി നിൽക്കും. യേശുവിന്റെ നാമത്തിൽ വചനം പറഞ്ഞാൽ പർവ്വതങ്ങൾ അതേ ഇളകി കടലിൽ ചാടും. വചനം പറയുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. യെസ്, നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം മാത്രം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. മറഞ്ഞിരിക്കുന്ന മന്ന സ്തോത്രം നിന്റെ വായിൽ നൽകുവാൻ ദൈവ വിശ്വസ്തനത്രേ. എത്ര പേർ ഹല്ലേലൂയ പറയേ? സ്തോത്രം. രണ്ടാമതായി തിരുവചനം പറയുന്നു, അതേ ജയിച്ചു വരുന്ന പെർഗമോസിലെ അവിശ്വാസിയുടെ കയ്യിൽ കർത്താവ് നൽകുന്നത് വെളുത്ത കല്ലത്രേ. വെളുത്ത കല്ല് കയ്യിലിരിക്കുകയാണ്. കയ്യിൽ കല്ലെന്ന് പറഞ്ഞാൽ 1 ശമൂവേൽ 17 ഓർമ്മ വരുന്നത്. സ്തോത്രം. ചെറുക്കനാണ് താരം. സ്തോത്രം. വില്ലനാണ് ഗോലിയാത്ത്. പക്ഷേ വില്ലന്റെ അതേ മുൻപിൽ നിന്നതായ പയ്യന് ദൈവം ജയം നൽകിയുണ്ടായി. പാരമ്പര്യം പറയുന്ന അച്ചാച്ചന്മാർ മാറിയിരുന്നപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചില പയ്യന്മാരെ തിരഞ്ഞെടുത്ത വില്ലന്മാരെ വീഴ്ത്തുവാൻ 2017 എന്റെ ദൈവം സഭയിൽ പകരുന്നതായ വലിയ 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 ഉണർവിന്റെ നിയോഗങ്ങൾക്കായി സ്തോത്രം. കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കണം യേശുവിന്റെ നാമത്തിൽ. പിതാക്കന്മാർക്ക് കഴിയാത്തത് സ്തോത്രം അതേ അൺഎക്സ്പെക്റ്റഡായി പ്രതീക്ഷയില്ലാത്ത വ്യക്തികളിലൂടെ, പ്രതീക്ഷിക്കാത്ത വ്യക്തികളൂടെ ദൈവം ചിലത് ചെയ്യുവാൻ പോകുകയാണ്. ഉണർവെന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വെളിപ്പെടുന്നതിന്റെ പേരാണ് ഉണർവ്. ഒരിക്കൽ കൂടെ നിങ്ങൾ സ്തോത്രം പറയാത്തതുകൊണ്ട്, പ്രതീക്ഷിക്കാത്ത ഇടത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വെളിപ്പെടുന്നതിന്റെ പേരാണ് ഉണർവ്. ശൗലിന്റെ തുരുമ്പ് പിടിച്ച വാളിൽ നിന്നല്ല ഉണർവ് വന്നത്. സ്തോത്രം. നീ വടിയും വേലും, അതെ, നീ വാളും വേലുമായി എന്റെ നേരെ വരുന്നു, നീ വാളും വേലുമായി എന്റെ നേരെ വരുന്നു. പക്ഷേ ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നെന്ന് പറഞ്ഞ് 5 കല്ലിനെ എടുത്തുകൊണ്ട് ചെറുക്കനതാ മുന്നോട്ട് പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയ കണ്ണു തുറന്നെന്ന് കാണ്. സാത്താന്റെ സിംഹാസനം ഇട്ടിരിക്കുന്ന പെർഗമോസിൽ ഇതാ സ്തോത്രം അതെ എറിഞ്ഞു വീഴ്ത്തുവാൻ, അന്ധകാരം മണ്ഡലങ്ങൾ എറിഞ്ഞു വീഴ്ത്തുവാൻ ജയിച്ചു നിൽക്കുന്ന സ്തോത്രം, പാപമില്ലാതെ ലോകമില്ലാതെ ജയിച്ചു നിൽക്കുന്ന ചിലതിന്റെ കയ്യിൽ വെളുത്ത കല്ല് ദൈവം കൊടുത്തിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തിരുവനന്തപുരം പട്ടണത്തിലുള്ള കുടിയിരിപ്പുകളെ എറിഞ്ഞു വീഴ്ത്തുവാൻ, come on,
ഇപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിന്റെ ദേശാധിപതിയെ വീഴ്ത്തുവാൻ നിയോഗത്തിന്റെ അനുഭവങ്ങളുമായി ദൈവമായ കർത്താവ് ഇരുത്തിയിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. നിനക്ക് അഹമ്മദാബാദിലോ ബോംബെയിലോ ഡൽഹിയിലോ എവിടെയോ നീ ഇരിക്കുമായിരിക്കും. പക്ഷേ കൂടുകളെ അനക്കി പറക്ക പഠിപ്പിക്കുന്നവനായ ദൈവം നിന്റെ കൂടലക്കി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ മനസ്സിലാക്കണം, ദുഷ്ടന്റെ കൂടിനെ തകർക്കുവാനത്രേ, ഒരു വെൺമഴുവാക്കുവാൻ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മുൻപിൽ ഒരു പ്രവൃത്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ വന്നതല്ല കൊണ്ടുവന്നതാ. പറഞ്ഞാട്ടെ, ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാ. യെസ്, പെർഗമോ സഭയിൽ ഇതാ ജയിച്ചവരായി കയ്യിൽ കല്ലുമായി, സ്തോത്രം, വെളുത്ത കല്ലുമായി ഒരു കൂട്ടം വിശ്വാസികൾ നിൽക്കുന്ന. അവന്റെ വായിൽ എന്താ ഉള്ളത്? അവന്റെ വായിൽ സ്തോത്രം, അതേ മന്നയത്രയുള്ളത്. ഓ, വെളുത്ത കല്ലുമായി വിശ്വാസി നിൽക്കുകയാണ് ജയിച്ചതിനു ശേഷം. അഫ്കോഴ്സ് നിത്യതയിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ പെർഗമോ സഭയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിക്കുകയുണ്ടായി. സ്തോത്രം, ഞാൻ ഉഴപ്പതല്ല, ഞാനും ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് അതേ സ്തോത്രം പഠിച്ച് നോക്കി പ്രാപിച്ച് മണിക്കൂറോളം ചെലവഴിച്ചിട്ടാ വന്നത്. കേൾക്കണം, സ്തോത്രം, അതേ നോക്കണമേ. അങ്ങനെ പെർഗമോസിലെ സഭയുടെ പ്രത്യേകത എന്താണ്? മിക്കവാറും നമ്മെ പോലെയാണ്. വിവിധ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് നമ്മളും കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ സഭയിൽ വന്നതുപോലെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരുണ്ട്. അവിടെ ഗ്രീക്കുകാരുണ്ട്, അവിടെ റോമക്കാരുണ്ട്, അവിടെ യഹൂദന്മാരുണ്ട്, മറ്റ് ചില ജാതികളുണ്ട്. മേജർലി ഉള്ളത് സ്തോത്രം, അതെ, പ്രധാനമായി 4 ആൾക്കാരത്രേ: ഗ്രീക്കുകാര്, റോമക്കാര്, പെർഗമോസുകാര്, അതുപോലെ യഹൂദന്മാര്. സ്തോത്രം, അതെ, 4 തരത്തിലുള്ളതായ ജനം. സ്തോത്രം, 4 ജാതികളാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. ഒന്ന് ഗ്രീക്ക്, മറ്റൊന്ന് റോമൻസ്, മൂന്നാമത് സ്തോത്രം, അതെ, പെർഗമോസ്, ലോക്കൽ ആയിരിക്കുന്ന അവിടുത്തെ പെർഗമോസുകാരാകുന്ന ജാതികള്, 4ാമത് യഹൂദന്മാർ. വെള്ളക്കല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോരുത്തരെ നോക്കി കർത്താവ് വെളിപ്പാടിൽ പറയുകയാണ്. വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം സ്തോത്രം, അത് അടയാളങ്ങൾ മാത്രമാണ്. സ്തോത്രം. അപ്പൊ ഗ്രീക്കുകാരോട് ചോദിക്കുക, ഹേ ഗ്രീക്കുകാരെ, നിങ്ങൾ തത്വം പറയുന്നവരാണ്, സോക്രട്ടീസിന്റെ പ്ലേറ്റോയുടെ ആൾക്കാരാണ് ഗ്രീക്കുകാര്. ഈ വെള്ളക്കല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നതാണ്? ഗ്രീക്കുകാർ പറയും, ഓഹോ, വെള്ളക്കല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞങ്ങൾ കോടതിയിൽ നിൽക്കുന്നതായ സമയത്ത് ഞങ്ങൾക്കെതിരെ കുറ്റാരോപണങ്ങൾ ഉണ്ടായിരിക്കും. ആ കുറ്റാരോപണത്തിൽ ഞങ്ങൾ തെളിഞ്ഞു എങ്കിൽ, ഞങ്ങൾ കുറ്റക്കാരെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കറുത്ത കല്ലാണ് തരുന്നത്. ഗ്രീക്ക് കോടതിയിൽ 2 കല്ലുകൾ വെച്ചിട്ടുണ്ട്. കറുത്ത കല്ല് കൊടുക്കുന്നെങ്കിൽ അർത്ഥം അവൻ ഏറ്റു, അവൻ കുറ്റക്കാരൻ തന്നെയാണ്. ഇല്ല, വെളുത്ത കല്ലാണ് കൊടുക്കുന്നതെങ്കിൽ അവൻ കുറ്റം വിമുക്തനാണ്, അവൻ നീതിമാനാണ്. ഇന്ന് പകൽക്കാലം ക്രൈസ്റ്റ് സെന്റർ കേട്ടോളണം, നിന്റെ കയ്യിൽ തമ്പുരാൻ തന്നിരിക്കുന്നത് വെളുത്ത കല്ലാണ്. Why? Because there is power in the blood of Jesus. യേശുവിന്റെ രക്തത്താൽ ദൈവം നിന്നെ കഴുകി, ദൈവമായി കർത്താവ് നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. റോമർക്ക് ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ഏകന്റെ അനുസരണക്കേടിനാൽ പാപം വന്നു എങ്കിൽ ഏകന്റെ അനുസരണത്തിനാൽ നീതീകരണവും വന്നു. സ്തോത്രം. ആദാം അനുസരണക്കേട് കാണിച്ച് തിന്നാൻ പാടില്ലാത്ത വൃക്ഷത്തിന്റെ ഫലത്തെ തിന്നപ്പോൾ പാപം കടന്നു വരികയുണ്ടായി. റോമർ 5:12 പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സ്തോത്രം സകലരും അതെ വന്നിരിക്കുന്നു. സോ ഏകന്റെ അനുസരണക്കേടാൽ പാപം എല്ലാവരിലും വന്നു. പക്ഷേ ഗെത്സമന തോട്ടത്തിൽ കൈ കെട്ടിയിട്ടില്ല, കാല് കെട്ടിയിട്ടില്ല. വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു, പക്ഷെ യേശു ഓടിപ്പോയില്ല. ആ വേദനയിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, ഫാദർ, ഓ ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ലെറ്റ് ഇറ്റ് ബി യുവർ വിൽ. സ്തോത്രം. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറുമാറാകട്ടെ. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അതേ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ സംഭവിച്ചത്, നമ്മുടെ പാപത്തെ അവൻ ഏറ്റെടുത്തു. 2 കൊരിന്ത്യർ ലേഖനം 5:21 പറയുന്നു, പാപമില്ലാത്തവനെ ദൈവം പാപം ആക്കി. കേൾക്കണം, പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി. ഗബ്രിയേലിനേക്കാൾ വിശുദ്ധനായി വന്നത്, മിഖായേലിനേക്കാൾ വിശുദ്ധനാ വന്നത്, സ്വർഗത്തെക്കാൾ വിശുദ്ധനായ വന്നത്. പക്ഷേ എന്റെ പാപം, നിന്റെ പാപം, ഇന്നലകൾ ജീവിച്ചിരുന്ന പാപം, ഇന്ന്
ഇന്ന് ജീവിക്കുന്നവരുടെ പാപം, നാളെ കാലമുണ്ടെങ്കിൽ നാളെ ജനിപ്പാൻ പോകുന്ന ആ ജനത്തിന്റെ പാപം മുഴുവനും യേശു കർത്താവിന് മേൽ സ്തോത്രം കടന്നു വന്നു. പിതാവായ ദൈവം അവനെ നോക്കിയപ്പോൾ അയ്യോ മുഴുവൻ പാപമാണ്, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിപ്പിന് അരുളി ചെയ്ത കർത്താവിന് അത് നോക്കുവാൻ കഴിഞ്ഞില്ല. പിതാവായ ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോഴാണ് അവൻ നിലവിളിച്ചത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? യേശു കർത്താവ് നിന്റെ പാപത്തെ ഏറ്റെടുത്തത് നീ വിശുദ്ധീകരിക്കപ്പെടുവാനാണ്. ഇന്ന് പകൽക്കാലം വീട്ടിനകത്താകട്ടെ, സഭയിലാകട്ടെ, നാട്ടിലാകട്ടെ, ഓഫീസിലാകട്ടെ, ദൂരെയുള്ളവരാകട്ടെ, അടുത്തുള്ളവരാകട്ടെ, നീ ആള് ശരിയല്ല, നീ ശരിയല്ല, നീ ശരിയല്ല എന്ന് പറഞ്ഞ് നിന്നെ വിരൽ ചൂണ്ടുന്നെങ്കിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്നെ ചൂണ്ടിയ വിരലിനെ കർത്താവ് ഇന്ന് പകൽക്കാലം, അതെ, ഇന്ന് പകൽക്കാലം വിരലിനെ കർത്താവ് മടക്കുകയാണ്. കാരണം എന്ത്? നീ സ്തോത്രം അനീതിയുള്ളവനല്ല, നീ നീതിമാനത്രേ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, നിന്നെ നീതിമാനാക്കുന്നതായ അടയാളമത്രേ ഒന്നാമത് വെളുത്ത കല്ല്. സ്തോത്രം, നിന്നെ നീതിമാനാക്കിയത്. എന്താണ് നിന്നെ നീതിമാനാക്കിയത്? സ്തോത്രം, വാട്ടർ ബാപ്റ്റിസം അല്ല, ജലസ്നാനമല്ല, നിന്റെ അന്യഭാഷയല്ല, നിന്റെ 7-21 ഉപവാസമല്ല. ഓ സ്തോത്രം, അതെ, എന്റെ പാപം കഴുകാൻ യേശുവിൻ രക്തം മാത്രം. എന്നെ ശുദ്ധൻ ആക്കാൻ യേശുവിന്റെ രക്തം മാത്രം. നമ്മൾ നീതിമാനായി ജനിച്ചതല്ല. കാൽവരി ക്രൂശിന്മേൽ ഹാബാലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താൽ പിതാവായ ദൈവം നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ നീതിമാനാക്കി തീർത്തു. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഇന്ന് പകൽക്കാലം ദൂത് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ആർക്കും നിന്റെ മേൽ വിരൽ ചൂണ്ടുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ വിരലുകളെ ദൈവം മടക്കുന്നു, ആ നാവുകളെ ദൈവം മിണ്ടാതാക്കുന്നു, ആ കുറ്റം പറച്ചിലുകളെ ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നു. Because you are just righteous through the blood of Jesus. യേശുവിന്റെ രക്തത്താൽ നീ നീതിമാനത്രേ. അതത്രേ ഗ്രീക്കുകാർ പറയുന്നത്. നമ്പർ 2, രണ്ടാമത്തെ ഗ്രൂപ്പ് അത്രേ റോമൻസ്. റോമക്കാരോട് ചോദിക്കുക, റോമക്കാരെ, പെർഗമ സഭയിൽ കുറച്ച് റോമക്കാരുണ്ടല്ലോ. റോമൻ സാമ്രാജ്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം. സ്തോത്രം, ഫർവോന്റിയ സാമ്രാജ്യമല്ല, അലക്സാണ്ടർ അല്ല, സ്തോത്രം, അതെ, മറ്റേതെങ്കിലും ദാര്യാവേശ് അല്ല, കോരേശ് അല്ല. ഓ, ഏറ്റവും വലിയ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം. അതിനർത്ഥം റോമൻ സാമ്രാജ്യത്തിന്റെ ഇംപീരിയൽ മുദ്ര തകർത്തിട്ടാണ് യേശു ഉയർത്തത്. ശത്രു വലിയവനാണെങ്കിൽ ജയവും വലുതാണ്. അയ്യോ, ആർക്കും മനസ്സിലായില്ലയോ? ശത്രു വലുതാണെങ്കിൽ ജയവും വലുതാണ്. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര തകർത്തത് കൊണ്ടാണ് യേശുവിന്റെ ഉയർപ്പിന് ഇത്രയും വലിയ മഹത്വമുള്ളത്. അർത്ഥം, ഞാൻ നിന്നെ നോക്കി പറയട്ടെ, നിനക്ക് വലിയ പ്രശ്നമുണ്ടെങ്കിൽ അയ്യോ, നിന്റെ വലിയ ജയത്തിന്റെ മഹത്വം വലുതത്രേ യേശുവിന്റെ നാമത്തിൽ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, തിരുവചനം പറയുന്നു, റോം പണിതത് ഒറ്റ ദിവസം കൊണ്ടല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞങ്ങൾ റോമിൽ പോയിട്ടുണ്ട്. റോമില് സ്തോത്രം ചെന്നാല് എന്താണ്, കേശവദാസ് ഒരു ആൽവൃക്ഷം നിൽക്കുന്നു. ആൽവൃക്ഷത്തിന് ചുറ്റും നടന്നിട്ട് തിരുവനന്തപുരം മുഴുവൻ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെയാണ്. 2 ദിവസം ഒന്നും കണ്ട് സ്തോത്രം റോമിനെ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഏറ്റവും കുറഞ്ഞ 2 മാസമെങ്കിലും എടുക്കാന്നാണ് പറയുന്നത്. അത്ര ബൃഹത്തായ വലിയ പട്ടണമാണ് സ്തോത്രം റോമാപുരി അല്ലെങ്കിൽ റോമാ പട്ടണം. അങ്ങനെയുള്ള റോമാക്കാരോട് ചോദിക്കുക, റോമക്കാരെ, സ്തോത്രം, അതെ, വെളുത്ത കല്ലിന്റെ വ്യാഖ്യാനം എന്താണ്? അയ്യോ, വെളുത്ത കല്ല്, അവർ പറയും വെളുത്ത കല്ലാണെങ്കിലേ അതൊരു VVIP ടിക്കറ്റാണ് കേട്ടോ. അതൊരു സ്പെഷ്യൽ പ്ലേസിൻ്റെ ടിക്കറ്റാണ്. ആരെങ്കിലും സ്പെഷ്യൽ അവാർഡ് നൈറ്റ് കാണാൻ പോകുന്നെങ്കിൽ, ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നെങ്കിൽ, ആ പന്ത് വീഴേണ്ടതിന് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് പോലെ, സ്തോത്രം, അതെ, ഏറ്റവും VVIP ഗാലറിയിൽ കൊണ്ട് ഇരുത്തുന്നത് പോലെ സ്പെഷ്യൽ പ്ലേസ് നൽകുന്ന സ്ഥലം അത്രേ. സ്തോത്രം, സ്പെഷ്യൽ പ്ലേസ് നൽകുന്ന ടിക്കറ്റ് അത്രേ വെളുത്ത കല്ല്. ഇന്ന് പകൽക്കാലം ഉറങ്ങിയിരിക്കല്ലേ, സന്തോഷത്തോടെ നല്ലൊരു കാര്യം പറയേ, തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നത് ഓർഡിനറി സ്ഥലം അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ജയിക്കുന്നെങ്കിൽ, ഞാൻ ജയിക്കുന്നെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. ഹല്ലേലൂയ. ജെറി കൈയടിച്ചു, അതിനായി സ്തോത്രം. പക്ഷെ മക്കളെ, അതിനൊരു ചെലവുണ്ട് കേട്ടോ. കൈയടിക്കുന്ന നേരെ കൈയടിക്കണം എല്ലാവരും. Come on. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഒരു സ്പെഷ്യൽ പ്ലേസ് ഒരുക്കുന്നവനത്രേ. റോമില് സ്തോത്രം, അതേ, സ്റ്റേഡിയംസ് ഉണ്ട്. അതിന്റെ പേര് അറീന അല്ലെങ്കിൽ കൊളീസിയം എന്നത്രേ. അവിടുത്തെ പ്രധാനപ്പെട്ടതായ ഫംഗ്ഷൻ നടക്കുന്നതായ സമയത്ത് വെളുത്ത കല്ല് ഉള്ളവന് എത്രേ കൊണ്ടുചെന്ന് ഇരുത്തുന്നത്. വലിയ വലിയ അത്ലറ്റിക്കിലും മറ്റു കാര്യാദികളൊക്കെ ജയിക്കുന്നവൻ അന്ന് ട്രോഫിയായി കൊടുത്തിരുന്നത് വിലയേറിയ ഈ വെളുത്ത കല്ല് അത്രേ. റോമക്കാർക്ക് വെളുത്ത കല്ലെന്ന് പറയുമ്പോൾ അവിടെ ഹൃദയത്തിൽ വരുന്നത് അവൻ നീതിമാൻ എന്ന്
മാത്രമല്ല ഒരു സ്പെഷ്യൽ പ്ലേസും ഉണ്ട്. ഇന്ന് പകൽക്കാലം ചങ്കിലെ ചോര കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നിന്നെ കഴുകി ആധാർ കാർഡിലും റേഷൻ കാർഡിലുമല്ല ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി ദൈവത്തിന്റെ കൃപയിലാക്കിയിരിക്കുന്നെങ്കിൽ മനുഷ്യന്റെ ചവറ്റുകൊട്ടയിൽ എറിയാനല്ല ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. ദൈവം നിന്നെ ഒരു സ്പെഷ്യൽ പ്ലേസിൽ ഇരുത്താൻ. യുവ സഹോദരങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഒരു സ്പെഷ്യൽ പ്ലേസിൽ നിന്നെ ഇരുത്താൻ. ചർച്ചിലാകട്ടെ, ടെക്നോ പാർക്കിലാകട്ടെ, നിന്റെ ഡിപ്പാർട്ട്മെന്റിലാകട്ടെ, there is a special place is waiting for you. Hey മാതാപിതാക്കളെ, നിന്റെ മക്കൾക്ക് വേണ്ടി there is a special place is waiting for you. യേശുവിന്റെ നാമത്തിൽ 2017 ഫെബ്രുവരി മാസത്തിൽ ഉപവസിച്ചാലും ഉപവസിച്ചില്ലെങ്കിലും നിന്റെ വീട്ടിൽ പെണ്ണിന്റെ മേലും ആണിന്റെ മേലും കൈവച്ച് പ്രാർത്ഥിക്കണം. ഇവൻ സ്പെഷ്യൽ പ്ലേസിനുള്ളതാണ്, ഇവൾ പ്ലസ് സ്പെഷ്യൽ പ്ലേസിനുള്ളതാണ്. ഇവൻ കീമോതെറാപ്പിക്കുള്ളതല്ല, ഇവൻ ആക്സിഡന്റിനുള്ളതല്ല, ഇവൻ മദ്യത്തിനുള്ളതല്ല, ഇവൻ ശവപ്പട്ടികൾ തകരേണ്ടതല്ല, ഇവൻ ആക്സിഡന്റിനുള്ളതല്ല. രാജാവിന്റെ വിലയേറിയ പദ്ധതിയാൽ ഇവൻ സ്പെഷ്യൽ പ്ലേസിൽ ഉള്ളവൻ അത്രേ. ഇൻ ജീസസ് നെയിം. നിങ്ങൾ ചോദിക്കാം, ബ്രദർ സ്തോത്രം ഇങ്ങനെ വെറുതെ ഇക്കിളിയിട്ട് പറയാൻ പറ്റുമോ? നോ 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 നോ. ഓരോ സ്റ്റേറ്റ്മെന്റും ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം. കർത്താവ് യേശു ക്രിസ്തു സ്പെഷ്യൽ പ്ലേസിൽ ഇരുത്തിയ ഒരുത്തനെ എനിക്കറിയാം. സ്പെഷ്യൽ പ്ലേസിൽ ഇരുത്തിയ ഒരുത്തൻ, അവൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ കാത്തിരിക്കുകയായിരുന്നു. എവിടെ കാത്തിരുന്നു? ബസ് സ്റ്റോപ്പിലല്ല, അങ്ങ് കുഴിയിൽ അവൻ കാത്തിരിക്കുകയായിരുന്നു. കുഴിയിൽ കാത്തിരിക്കുകയായിരുന്നു. പുള്ളി മരിച്ചുപോയി, പുള്ളി കാത്തിരിക്കുകയായിരുന്നു. സ്തോത്രം. കുഴിയിൽ കാത്തിരിക്കാൻ മാത്രമല്ല, നാറി കാത്തിരിക്കുകയായിരുന്നു. അവന് നാറ്റം വെച്ചിരുന്നു. സ്തോത്രം. അവൻ നാറി കാത്തിരിക്കുകയായിരുന്നു. യായിറോസിന്റെ മകൾ ജനിച്ചപ്പോൾ, യായിറോസിന്റെ മകൾ മരിച്ചപ്പോൾ പെട്ടെന്ന് പോയി തമ്പുരാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നയിലെ വിധവയുടെ മകൻ സ്തോത്രം മരിച്ചപ്പോൾ പെട്ടെന്ന് പോയി തൊട്ടെഴുന്നേൽപ്പിച്ചു. പക്ഷെ അവൻ അധികം കാത്തിരിക്കുകയാണ്. ഈ റൂമിനകത്ത് ആരോ അധികം കാത്തിരിക്കുന്നവരുണ്ട്. ഭാവിക്ക് വേണ്ടി ആരോ അധികം കാത്തിരിക്കുന്നു. ഏതോ കോഴ്സിന് വേണ്ടി അധികം കാത്തിരിക്കുന്നു. മറ്റുള്ളവർക്കില്ലാത്ത അധികം കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഉപവസിച്ചും അല്ലാതെയും പ്രാർത്ഥിച്ചും അല്ലാതെയും മാസങ്ങൾ തള്ളി വർഷങ്ങൾ തള്ളി അധികം കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തല ഉയർത്തി കേൾക്ക്. അധികം കാത്തിരിക്കുന്നെങ്കിൽ അധികം മഹത്വമുണ്ട്. അധികം കാത്തിരിക്കുന്നെങ്കിൽ അധികം മഹത്വമുണ്ട്. മോർ വെയിറ്റിംഗ്, മോർ ഗ്ലോറി. സ്തോത്രം. ബൈബിൾ പറയുന്നു, യോഹന്നാൻ സുവിശേഷം 11:46, കർത്താവ് ഗുഹ പോലെയുള്ള കല്ലറയുടെ അരികിൽ വന്നു നിന്ന് ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു, ലാസറസ് കം ഫോർത്ത്. ലാസർ സ്തോത്രം ആ കുഴിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. 11-ാം അധ്യായം അതോടെ തീരുകയാണ്. 11-ാം അധ്യായത്തിൽ രോഗം, 11-ാം അധ്യായത്തിൽ മരണം, 11-ാം അധ്യായത്തിൽ നിലവിളി, 11-ാം അധ്യായത്തിൽ കാത്തിരിപ്പ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ സ്തോത്രം മരണം, നിലവിളി, രോഗം, കാത്തിരിപ്പ് ഇതൊക്കെയായിരുന്നു. പക്ഷെ 11-ാം അധ്യായം നിങ്ങൾ കണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ഒരു 11-ാം അധ്യായം നീ കണ്ടെങ്കിൽ തലയുയർത്തി സ്തോത്രം പറ. നീ കണ്ടിട്ടില്ലാത്ത, നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു 12-ാം അധ്യായവും നിന്നെ തേടി കടന്നു വരുന്നുണ്ട്. ആ 12-ാം അധ്യായത്തിൽ നിലവിളി പൊങ്ങിയതായ വീടിന്റെ മുൻപിൽ, നിലവിളി ഉയർന്ന ആ വീടിന്റെ മുൻപിൽ, മരണം നടന്ന വീടിന്റെ നടുവിൽ, ആ മരണ ദുഃഖം കണ്ടതായ ഭവനത്തിന് മുൻപിൽ ഇതൊരു വിരുന്ന് നടക്കുകയാണ്. ഒരു വലിയ ഫീസ്റ്റ്, വലിയൊരു വിരുന്ന് നടക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ മൈക്കം താഴെ വെച്ചിട്ട് ഈ ഹാളിൽ ഇറങ്ങി ചിലതിന്റെ തലക്ക് പിടിച്ച് പ്രവചിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. നിന്റെ വീടിന്റെ അന്തരീക്ഷം ദൈവം മാറ്റാൻ പോകുന്നത്. ദൂതനാണ് നിന്റെ വീടിന്റെ അന്തരീക്ഷം ദൈവം മാറ്റാൻ പോകുന്നത്. നിന്റെ വീടിന്റെ നിന്റെ വീടിന്റെ അന്തരീക്ഷം ദൈവം മാറ്റാൻ പോകുന്നു. നിന്റെ വീട് ഹോസ്പിറ്റൽ റൂമല്ല, നിന്റെ വീട് ദുർഭൂതങ്ങളുടെ താവളമല്ല, നിന്റെ വീട് ശാപത്തിന്റെ ഉറവിടമല്ല. പകരം നിന്റെ വീട് മഹത്വത്തിന്റെ നിവാസം ആകുവാൻ പോകുന്നു. മഹത്വം വെളിപ്പെട്ടപ്പോൾ വേദപുസ്തകം പറയുന്നു, there was a celebration. അവിടെ ഇതാ വലിയൊരു ഫീസ്റ്റ് വെളിപ്പെടുകയാണ്. ആ ഫീസ്റ്റിൽ സ്തോത്രം കുഴിയിലിരുന്നവനുണ്ടല്ലോ, അവനെ പൊക്കിയെടുത്ത് കർത്താവ് യേശു ക്രിസ്തു തന്നോടൊപ്പം വിരുന്നിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ വിരുന്നിൽ ഓഫ് കോഴ്സ് ഏറ്റവും വലിയ പൊസിഷൻ യേശു തന്നെയായിരുന്നു. യേശു കർത്താവ് കഴിഞ്ഞാൽ ലാസർ വാസ് വിത്ത് ഹിം, മെയിൻറ്റെയിനിങ് അറ്റ് ദ സ്പെഷ്യൽ പ്ലേസ് വിത്ത് ദി ലോർഡ്. കർത്താവ് യേശുവിനോട് കൂടെ ഒരു സ്പെഷ്യൽ പ്ലേസിൽ അവൻ ഇരിക്കുകയാണ്. മാതാവേ തീർന്നെന്ന് പറയുന്ന നിന്റെ കുഞ്ഞ്, പിതാവേ അവസാനിച്ചെന്ന് പറയുന്ന നിന്റെ വിഷയം, യേശുവിന്റെ നാമത്തിൽ ഇന്നാളുകളിൽ എന്റെ ദൈവം പറയുന്നു, ഞാൻ നിന്റെ ലാസറിനെ പോക്കി ഒരു സ്പെഷ്യൽ പ്ലേസിൽ ഈ ദിവസങ്ങൾ ഇരുത്തുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ലാസറസ് കം ഫോർത്ത്. ആ വിഷയം പുറത്തു വരട്ടെ, ആ മകൻ പുറത്തു വരട്ടെ, ആ മകൾ പുറത്തു വരട്ടെ. കൈയടിക്കുന്നതിൽ നന്നായി കരങ്ങൾ പിടിച്ച് ദൈവത്തെ സ്തുതിക്കുക.
വെള്ളക്കല്ലുണ്ടെങ്കിൽ റോമക്കാർ പറയും എനിക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. ധൈര്യമുള്ളവർ മാത്രം ചുറ്റും ഇരിക്കുന്നവരെ തൊട്ട് പറഞ്ഞോട്ടെ എനിക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. പറഞ്ഞേ എനിക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. പറമക്കളെ, നീ 5ാം ക്ലാസ്സിലായിരിക്കാം, നീ 10ായിരിക്കാം, നീ ഡിഗ്രിക്കായിരിക്കാം, നീ ജോലി ചെയ്യുന്നവനായിരിക്കാം, നീ സുവിശേഷ വേലക്കാരനായിരിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിനക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. കാരണം നമ്മുടെ ദൈവം ഓർഡിനറി അല്ല, അവർ എക്സ്ട്രാ ഓർഡിനറി അത്രേ. ഈ കയ്യടി വെറുതെ അല്ല, ഈ ഉപവാസം വെറുതെ അല്ല. There is a special place. ഓ ദൈവം നിന്റെ കയ്യിൽ അധികം പോരുകൾ, പെർഗമോസിന്റെ പോരുകൾ പോലെ അധികം പോരുകളിലൂടെ കടന്നു വന്ന നിന്നെ നോക്കി ദൈവം പറയുന്നു പ്രതിഫലത്തിന്റെ നാളുകൾ നിന്റെ മുൻപിലുണ്ട്. There is going to be a special place. നമ്പർ 3, മൂന്നാമത്തെ ഗ്രൂപ്പ് അത്രേ പെർഗമോസുകാര്. സ്തോത്ര. പെർഗമോസ് ലോക്കൽസിന് പറവാൻ 2 ഉത്തരങ്ങൾ അത്രയുള്ളത്. കാരണം പെർഗമോസ് ലോക്കൽസില് 2 ജാതികൾ അത്രയുള്ളത്. ഒന്നാമത് ഗ്രീക്കുകാരെന്ത് പറയുന്നു? നിനക്ക് വെള്ളക്കല്ലാണ്, നീ കുറ്റവാളിയല്ല, നീ നീതിമാനാണ്. കേട്ടവർ മാത്രം ആമേൻ പറഞ്ഞേ. സ്തോത്രം. അതെ. രണ്ടാമത് റോമക്കാർ പറയുന്നു നിനക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്, സ്പെഷ്യൽ ടിക്കറ്റാ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. നമ്പർ 3, മൂന്നാമത്തെ പെർഗമസില് 2 ജാതികളുടെ സ്ട്രീമാണുള്ളത്. അത് ഒന്നാമത്തെ ജാതി പറയുന്ന ഒരു കാര്യമുണ്ട്. പെർഗമസിൽ വലിയൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു സാത്താന്റെ ബലിപീഠം ഉണ്ടായിരുന്നു. അതിന്റെ പേര് അസ്ക്ലീപ്പസ് എന്നാണ്. ASCLEPLUS. ഓ സ്തോത്രം. അതെ, വൈപ്പ് പല്ലൊക്കെയാണ് വെച്ചേക്കുന്നെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞ് കഷ്ടപ്പെടണം എന്നില്ല. ഒരു ജാതിയുത്വ ക്ഷേത്രമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിൽ വലിയ തൂണുകളുണ്ട് കേട്ടോ. ആ തൂണുകളിൽ പലരുടെ പേരിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, പലരുടെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേരിനോട് കൂടെ അവൻ എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഈ അസ്ക്ലീപ്പസിന് എന്തൊക്കെയാണ് അവൻ ചെയ്തു കൊടുത്തതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. ചാക്കോച്ചൻ 2 കൊല തേങ്ങ തന്നു. തോമാച്ചൻ അവിടത്തെ സ്തോത്രം അതെ 10 ടൈൽസ് മേടിച്ചു തന്നു. അതെ അവറാച്ചൻ അവിടത്തെ ചായ്പ് പണിത് തന്നു. എന്തൊക്കെയാണോ ചെയ്തത് അത് എഴുതി വച്ചിട്ടുണ്ട്. ഓ പെർഗമോസുകാര് സ്തോത്രം വെള്ളക്കല്ലെന്ന് കേൾക്കുമ്പോൾ പെർഗമസിലെ വിശ്വാസികൾ ഇപ്രകാരം പറയാ, ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ പലത് ചെയ്തതാണ്, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ പലത് ചെയ്തതാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്തോത്രം പറയാം. വകുപ്പുണ്ട് അക്കാര്യത്തിൽ. നിങ്ങൾ സുരേഷനല്ല ചെയ്തത്, നിങ്ങൾ തമ്പുരാന് വേണ്ടിയാണ് ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ, അതിന് പ്രതിഫലമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ നേരത്തെ അഹമ്മദാബാദായിരുന്നല്ലോ. ഫിലോമിന ആൻറ്റിയുടെ സ്തോത്രം അതെ ചേച്ചിയുടെ മകള് സ്തോത്രം അവളുടെ ഭർത്താവ് അദ്ദേഹം ജെയിംസ് എന്നറിയപ്പെടുന്നതായ നല്ലൊരു സഹോദരൻ, അദ്ദേഹം വന്ന് എന്നെ ഹോട്ടലിൽ അദ്ദേഹം കാണാൻ വന്നിട്ട് അത് ഇപ്രകാരം പറഞ്ഞു. സ്തോത്രം താൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, ബ്രദറെ മറ്റാരോടും കൂടുതലായിട്ട് ഞാൻ പറയാത്ത കാര്യം താൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് അങ്ങ് ഹൃദയം അങ്ങ് തുറന്നു. ചില സഹോദരന്മാർ, നല്ല സഹോദരന്മാർ അങ്ങനെയാണല്ലോ, അവരുടെ ഹൃദയം നന്നായിട്ട് തുറക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടിയാലേ പറ്റത്തുള്ളൂ. സ്തോത്രം. മനസ്സിലായവർ മാത്രം സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. അദ്ദേഹം വന്ന് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞെ അദ്ദേഹം വന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു പ്രിമച്വർ ബേബി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാനൊരു പ്രിമച്വർ ബേബി ആയിരുന്നു. മാസം തികയാതെയാ എന്നെ അമ്മ പ്രസവിച്ചത്. അക്കാലത്ത് ഇൻക്യുബേറ്ററും പരിപാടിയൊന്നും ഇല്ല. ഈ കോയിലിനെ ചൂടാക്കിയാണ് പഞ്ഞിക്കെട്ടിലിടുന്നതായി എൻ്റെ പുറത്ത് എന്നെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരുന്നത്. ആ പഞ്ഞിയിലെങ്ങാനും തീ പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ ബ്രദറെ ഈ ഷേപ്പിലൊന്നും എന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു. പ്രിമച്വർ ബേബി ആയിരുന്നു. ബുദ്ധിയില്ലായിരുന്നു, ഓർമ്മശക്തി ഇല്ലായിരുന്നു, ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നു. പക്ഷെ ആ ദൈവപൈതൽ പറഞ്ഞതായ കാര്യം, ഗാന്ധിധാമിൽ സ്റ്റീഫൻ എന്നറിയപ്പെടുന്ന നല്ലൊരു പാസ്റ്റർ ഉണ്ട് കേട്ടോ. അദ്ദേഹം ഉണ്ടല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ IG സാറിനെ പോലെ നല്ല സ്ട്രിക്റ്റ് ആണ്. നല്ല ആൾക്കാരെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്കിവിടെ പറ്റാത്ത കാര്യം ഇതാണ്, സ്ട്രിക്റ്റ് എടുത്താൽ നിങ്ങൾ പകുതി പേര് ഇവിടെ വരത്തില്ല. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലല്ലേ നമ്മളിവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പക്ക സന്നിധിയിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. സ്തോത്രം. ഗാന്ധിധാമിലെ ആ പാസ്റ്റർ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 4 പ്രാവശ്യം ആ ചർച്ച പ്രസംഗിച്ചിട്ടുണ്ട്. ചൂരൽ വടിയും കൊണ്ടാണ് സ്തോത്രം അതെ അദ്ദേഹം സഭായോഗം നടത്താൻ കയറുന്നത്. കാരണം തൻ്റെ മുമ്പിൽ ഒരു 100-500 പിള്ളേരുണ്ട്, അവർ ബഹളം ഉണ്ടാക്കും. അദ്ദേഹം സ്തോത്രം ഈ വടി കാണിച്ചും വടി ഉപയോഗിച്ചും ഒക്കെ ആയിരിക്കുന്നത്. ഇവിടെ വടിയുടെ കാര്യം പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ബുൾഡോസറെ കൊണ്ടല്ലേ പാരൻസ് സഭായോഗത്തിന് വരുന്നത്. സ്തോത്രം. എന്നാൽ ജെയിംസാൻ്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞേ. അദ്ദേഹം സ്തോത്രം സ്കൂളിൽ നിന്ന് വന്നാൽ അതെ പഠിക്കുന്ന പുസ്തകം ആ വീട്ടിലിട്ടിട്ട് നേരെ ഓടി ചർച്ചിൽ
വരും, എപ്പോഴും സഭയിലായിരിക്കും, സഭയുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കും. അദ്ദേഹത്തിന്റെ പിതാവ് മാമച്ചൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പാസ്റ്റർക്ക് അഹരോനും ഹൂരും എന്നതുപോലെ കൈത്താങ്ങൾ നൽകിയത് ഒരു കുടുംബമായിരുന്നു അദ്ദേഹം. ആ കുടുംബം എന്താ സംഭവിച്ചത്? പ്രിമച്വർ ബേബി, ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല. അദ്ദേഹം പറഞ്ഞു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ചെറിയ 45%, 47%, 50% മാത്രമേ തനിക്ക് മാർക്കുള്ളൂ. അതിനപ്പുറം കിട്ടിയിട്ടേ ഇല്ല. കഷ്ടിച്ച് BCom പാസ്സായി, ഏതാണ്ട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്തു, അവസാനം ടാക്സിൽ കയറി. പക്ഷെ എന്നെ മാനിക്കുന്നവനെ, ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്നെ മാനിക്കുന്നവനെ, ഒരിക്കൽ കൂടെ, സ്വർഗം കേട്ടില്ല, ഒരിക്കൽ കൂടെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ താനിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവം ഉയർത്തി. 2003 IRS പാസ്സാകാൻ സ്വർഗത്തിലെ ദൈവം തനിക്ക് കൃപ ചെയ്തു. ഇന്ന് ഇൻകം ടാക്സിന്റെ അത്യുന്നത പദവിയിലിരിക്കുന്ന വലിയൊരു ഓഫീസറായി, സ്തോത്രം, ദൈവത്തിന് കൃപയാൽ ദൈവദാസനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാർഡ് തന്നപ്പോൾ ഏറ്റവും മുകളിലുണ്ടല്ലോ അശോക ചിഹ്നമുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ചിഹ്നമുള്ളതായ കാർഡ് പ്രിമച്വർ ബേബി ആയിരുന്നവൻ നീട്ടിയത് ചെതല് പിടിക്കുന്ന തന്റെ സർട്ടിഫിക്കറ്റ് അല്ല തന്നെ ഉയർത്തിയത്. പകരം ദൈവത്തിന് വേണ്ടി ഒന്ന് നിന്ന് നോക്ക്. എന്നേ മണ്ണിനടിയിൽ നമ്മൾ പോകേണ്ടതായിരുന്നു, എന്നേ തൊലയേണ്ടതായിരുന്നു, എന്നേ നാനാവിധമാകേണ്ടതായിരുന്നു. നിന്നതല്ല, അവൻ നമ്മെ നിർത്തിയതത്രേ. വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതത്രേ. ഇന്ന് നല്ല വീടുണ്ടെങ്കിൽ, നല്ല വസ്ത്രമുണ്ടെങ്കിൽ, പലതരം കൂട്ടാനുണ്ടെങ്കിൽ, മനസ്സിലാക്കണം, സ്തോത്രം, അതെ, മനുഷ്യൻ അളന്നു നൽകും, ദൈവം അളക്കാതെ നൽക. യേശുവിന്റെ നാമത്തിൽ പെർഗമോസുകാര് പറയും ആ ജാതിയത്തെ ആരാധനയുടെ ആലയത്തിലേക്ക് പോകുമ്പോ അവന്റെ തൂണിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ക്രൈസ്റ്റ് സെന്ററിന്റെ രജിസ്റ്ററിലല്ല എഴുതി വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ. നീ രഹസ്യത്തിൽ ചെയ്തത്, പരസ്യത്തിൽ ചെയ്തത്, നീ ഉപവസിച്ചത്, ശരീരം നോക്കാതെ ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത്, എന്റെ തമ്പുരാന്റെ രഹസ്യത്തിന്റെ അത് ഓർമ്മയുടെ പുസ്തകത്തിൽ അവൻ എഴുതി വച്ചിരിക്കുന്നു. നിനക്കും നിന്റെ തലമുറയ്ക്കും അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന വിലയേറിയ അളവിനാൽ അവൻ നിനക്ക് തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. The Bible says, സ്തോത്രം, വേദപുസ്തകം പറയുന്നു, അതേ, സ്തോത്രം, പെർഗമോസുകാർ ഒന്നാമതായി പറയുന്ന, പെർഗമോസ് ലോക്കൽസ് പറയുന്നതായി 2 അഭിപ്രായങ്ങൾ. ഒന്നിതാണ്, സ്തോത്രം, അവിടെ ആലയത്തിൽ അവിടെ ജാതിത്താലയത്തിൽ പോലും തൂണുകൾ എഴുതി വച്ചിരിക്കുന്നതായ അവരുടെ പ്രവർത്തികൾ ഉണ്ട്. അർത്ഥം, സ്തോത്രം, ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. പ്രവാചകൻ എന്ന് വിചാരിച്ചു, പ്രവാചകന് സ്തോത്രം, പ്രവാചകന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രവാചകന്റെ പ്രതിഫലം കിട്ടുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് പ്രതിഫലമില്ലാത്തതല്ല, പ്രതിഫലമുണ്ട്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നമ്പർ 2, രണ്ടാമത്, പെർഗമസ് എന്നറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു സാത്താന്യ ആരാധനയുടെ കേന്ദ്രമാണ്. ദുർഭൂത മണ്ഡലങ്ങൾ, സ്തോത്രം, ഇളകി വസിക്കുന്നതായ ഒരു സ്ഥലമാണ് പെർഗമസ്. അതുകൊണ്ട് ഇരുട്ടിന്റെ പോരാട്ടം കൂടുതലായതുകൊണ്ട് വെള്ളക്കല്ല് ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നത് കണ്ടാൽ ഇറ്റ്സ് എ സൈൻ ഓഫ് പ്രൊട്ടക്ഷൻ. വെള്ളക്കല്ല് ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നത് കണ്ടാൽ അതൊരു സംരക്ഷണയുടെ, സ്തോത്രം, ചിഹ്നമത്രേ. വെള്ളക്കല്ല് ഞാൻ അവന് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത അന്തസ്സോടെ പറ, സംരക്ഷണയുണ്ട്. പറഞ്ഞാട്ടെ, സംരക്ഷണയുണ്ട്. വെളുത്ത കല്ല്, സ്തോത്രം, സംരക്ഷണയുടെ ചിഹ്നമാണ്. സ്തോത്രം, ഫസ്റ്റ് സർവീസിന് ഈ കല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലരിരുന്ന് പരുങ്ങുന്നത് ഞാൻ കണ്ടു. ചില നിറത്തിലുള്ള കല്ലൊക്കെയാണ് ഓഫീസിൽ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അത് ഭാഗ്യത്തിന്റെ ചിഹ്നമെന്നാ പറയുന്നത്. ചിലപ്പോൾ പച്ചയായിരിക്കാം, നീലയായിരിക്കാം, പിങ്ക് ആയിരിക്കാം, റെഡ് ആയിരിക്കാം. ചിലർക്ക് ഓഫീസിൻ്റെ ആ ടേബിളിന്റെ മുകളിലുള്ള എന്തോ പേപ്പർ വെയിറ്റ് മാത്രമല്ല, ചിലർക്ക് മോതിരത്തിലാണ് കയറിയിരിക്കുന്നത്. ഭാഗ്യക്കല്ല്. ചിലർക്ക് മാലയിലാണ് കയറിയിരിക്കുന്നത്, ചിലർക്ക് നീല, സ്തോത്രം, അതേ, ഭാഗ്യമായതുകൊണ്ട് കമ്മലിലാണ് കയറിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അങ്ങനെ വല്ല കല്ലുകളും നിറം കണ്ട് ഭാഗ്യമെന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ അതിന്റെ പേര് കല്ലല്ല, നിന്റെ ജീവിതത്തിന്റെ തടങ്കൽ പാറയാണത്. ഹലോ,
സ്തോത്രം. നിന്റെ ഭാഗ്യക്കല്ലെന്ന് പറഞ്ഞ് കൊണ്ട് കിടക്കുന്നതായ ഫോർച്യൂൺ സ്റ്റോൺ ഉണ്ടല്ലോ, ഇന്ന് പകൽ ഈ സർവീസ് കഴിഞ്ഞിട്ട് ആമ ഇഴഞ്ചാം തോടിൽ അത് എറിഞ്ഞു കളയുവാൻ ഇത് അവസാന അറിയിപ്പാകുന്നു. ദേഷ്യമുള്ള എല്ലാവരും ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. കുറച്ചു പേരുണ്ടല്ലോ, സ്തോത്രം. കമാൻ, സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് സ്തോത്രം ഭാഗ്യം തരുന്നത് മറ്റേ കല്ലിലൂടെ അല്ല ഭാഗ്യം തരുന്നത്. ഇന്ന് പകൽക്കാലം എന്റെ മുഖത്ത് നോക്കി, നിനക്ക് ഭാഗ്യം വരുന്ന കല്ലിലൂടെയല്ല, യുഗങ്ങളുടെ പാറയിലൂടെ അത്രേ നിനക്ക് ഭാഗ്യം വരുന്നത്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിന്മേൽ തൂങ്ങി നിന്ന കർത്താവ് യേശു അത്രേ നിന്റെ സംരക്ഷണ. അതെ, God is a God of protection. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്തോത്രം വെല്ലൂര് പോയി പ്രസംഗിക്കാൻ ഒരു ക്ഷണം ഉണ്ടായി. പ്രോബബ്ലി എനിക്കൊരു 19 വയസ്സ് പ്രായമുണ്ട്. സ്തോത്രം, ചെന്നൈയിൽ നിന്ന് വെല്ലൂര് പോകണം. സ്തോത്രം, ഞാനെല്ലാം അടുക്കി പിറക്കി എൻ്റെ ചെറിയ ബാഗുമായി പുറത്തേക്ക് വരുമ്പോൾ അവിടെ അടുത്തുള്ള സഭയിലുള്ളതായ ഒരു പാസ്റ്റർ വന്ന് അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, സുരേഷേ നീ എവിടെ പോവാ? ഞാൻ പറഞ്ഞു, വെല്ലൂര് പോവാ. ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ വിടാം. അയ്യോ, ചിലരെ കാണുമ്പോൾ ചിലത് നമ്മൾ മറക്കുമല്ലോ. അപ്പോൾ ഈ വീട് പൂട്ടാൻ ഞാൻ മറന്നുപോയി. റിയലി വീട് പൂട്ടാൻ മറന്നുപോയി. ആരോ ഇപ്പോഴാണ് പറയുന്നത്, അയ്യോ ഗ്യാസ് പൂട്ടിയോ ഇല്ലേ എന്നറിയത്തില്ല. സ്തോത്രം. അതെ, വീട് പൂട്ടാൻ ഞാൻ മറന്നിട്ട് ആ ദൈവദാസന്റെ സ്കൂട്ടറിൽ കയറി സ്തോത്രം ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി അദ്ദേഹം വിട്ടു. വെല്ലൂർ ബസ് വന്നു. ബസ്സിൽ കയറി വെല്ലൂർ എത്താറായപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, തമ്പുരാനെ ഡോറ് പൂട്ടിയില്ല. ഭയങ്കരമായി ഉരുകി പ്രാർത്ഥിച്ചു. മീറ്റിങ്ങിന് പ്രാർത്ഥിച്ചതിനേക്കാളും ഭയങ്കരമായി ഉരുകി പ്രാർത്ഥിച്ചു. കർത്താവേ സ്തോത്രം, കുറച്ച് ബുക്കും പേപ്പറേ ഉള്ളൂവെങ്കിലും തമ്പുരാനെ സ്തോത്രം, അതെ എൻ്റെ റൂമിനെ നീ സംരക്ഷിച്ചോളണേ. പെട്ടെന്ന് എൻ്റെ ഹൃദയ കണ്ണ് തുറന്നു. ഞാൻ കണ്ടത് എന്തെന്നറിയോ? ആ ഡോർ അല്പം, ആക്ച്വലി അത് തുറന്നല്ല കിടന്നത്, അല്പം ഗ്യാപ്പ് ഉള്ളതുപോലെ ഞാൻ കാണുക, വിഷനിൽ ഞാൻ കാണുക. എന്നിട്ട് അതിൻ്റെ മുൻപിൽ ഒരു തേജസ്സുള്ള ഒരു ദൂതൻ നിൽക്കുകയാണ്. തുറന്ന വാതിലിന് മുമ്പിൽ തേജസ്സുള്ള ദൂതൻ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്തിൻ്റെ തെരുവിൽ ഏതോ ലോക്കൽ പോലീസ് അല്ല നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. മറ്റേ പുരച്ചി അമ്മയെ സംരക്ഷിപ്പാൻ ബ്ലാക്ക് കാറ്റ്സ് നിന്നതുപോലെ ഏതോ കാട്ടുപൂച്ചയല്ല നിന്നെ സംരക്ഷിപ്പാൻ. ശക്തന്മാറിയ ദൈവത്തിൻ്റെ ദൂതന്മാരത്രേ നിന്നെ സംരക്ഷിപ്പാൻ കാവലായി നിൽക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞു, അന്തസ്സായി തിരിച്ചു വന്നു. എക്സാക്ട്ലി എങ്ങനെയാണോ ഡോർ കിടന്നത് അതുപോലെ തന്നെ കിടക്കുന്ന ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വെള്ളക്കല്ലാകുന്ന കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിന്റെ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ള. ഏത് ഭൂത പ്രേത പിശാച് കുടിയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് താമസിപ്പാൻ തക്കോണം കഴിയും വിത്ത് ഫാമിലി സെക്യൂരിറ്റി, ദൈവത്തിന്റെ സംരക്ഷണയോടെ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഗ്രീക്കുകാർ പറയുന്നു നീതിമാന്റെ അർത്ഥമാണ്, റോമക്കാർ പറയുന്നു സ്പെഷ്യൽ പ്രൊമോഷൻ ആണ്, പെർഗോമോസ്കാർ പറയുന്നു സ്തോത്രം അതേ ദൈവം നിന്നെ മാനിക്കും, പെർഗോമോസ് 2ാം ജാതി പറയുന്നു ദൈവത്തിന്റെ സംരക്ഷണയാണ്. അയ്യോ, ഇതൊക്കെ ഞാൻ ചരിത്രമാണ് പറഞ്ഞത്, ഏറ്റവും നല്ലത് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞേക്കട്ടെ. സ്തോത്രം. എന്നാൽ യഹൂദൻ, അത് പെർഗോമോസ് സഭയിലുള്ള യഹൂദൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. യഹൂദൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ? വെള്ളക്കല്ലിനെ കുറിച്ച് യഹൂദൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാർ പറയുന്നത്, യഹൂദൻ പറയുന്ന തോറേ പറയത്തുള്ളൂ. അർത്ഥം പഴയ നിയമത്തിന്റെ പേരാണ് സ്തോത്രം തോറ. അതെ, ദൈവവചനമേ യഹൂദൻ പറയത്തുള്ളൂ. യഹൂദൻ പറയുന്നതായ കാര്യം പുറപ്പാട് പുസ്തകം 28-21. സ്തോത്രം. യഹൂദൻ പറയുന്നതായ ഒരു കാര്യം വെള്ളക്കല്ലാണോ? വെള്ളക്കല്ലാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. സ്തോത്രം. യഹൂദൻ പറയും വെള്ളക്കല്ലാണോ? വെള്ളക്കല്ലാണെങ്കിൽ സ്തോത്രം മഹാപുരോഹിതന്റെ മാർവിടത്തിൽ 12 കല്ലിരിക്കും. മഹാപുരോഹിതന്റെ മാർബോട് ചേർന്നിരിക്കുന്നത് അത്രേ വെള്ളക്കല്ല്. സ്തോത്രം. പെർഗമോസിൽ ജയിച്ചു നിൽക്കുന്ന വിശ്വാസിയെ, നിന്റെ വായിൽ സ്തോത്രം ആർക്കും കൊടുക്കാത്ത മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്. നിന്റെ വലത് കയ്യിൽ കല്ലുണ്ട്. അർത്ഥം നീ നീതിമാനാണ്, നിനക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്, നിനക്കൊരു മാന്യതയുണ്ട്, നിനക്ക് സംരക്ഷണയുണ്ട്. പകരം നീ ഇരിക്കുന്ന എവിടെയെന്നറിയാം? നീ ഇരിക്കുന്നത് ബാങ്കിന്റെ സേഫ് ഡെപ്പോസിറ്റിലല്ല, നീ ഇരിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവിന്റെ മാർവിൽ നീ ചേർന്ന് ഇരിക്കുകയാണ്. കമാൺ കമാൺ. വേറെ ഒന്നിന് കൈയടിച്ചാലേ ഇതിന് കൈയടിക്കണം. കമാൺ. യേശുവിന്റെ നാമത്തിൽ വേറെ ഒന്നിന് കൈയടിച്ചില്ലെങ്കിൽ ഇതിന് കൈയടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് സ്പെഷ്യൽ ഡേക്ക് മഹാപുരോഹിതൻ തൻ്റെ യൂണിഫോം ഇട്ട് അവനിതാ പ്രവേശിക്കുന്നതായ സമയത്ത് തൻ്റെ മാർവിടത്തിലുള്ള എഫോദ്, തൻ്റെ മാർവിടത്തിലുള്ള 12 ഗോത്രങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന 12 കല്ല്, അതിനോട് ചേർന്നിരിക്കുന്നത് അത്രേ വെള്ളക്കല്ല്. ദൈവമക്കളെ, ആരുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തായി കേട്ടോ, ആരുടെയൊക്കെ മനസ്സിൽ നിന്ന് നിങ്ങൾ പണ്ടേ ഔട്ടായി. പലരും നിന്നെ വെറുത്തു, പലരും ഹൃദയത്തിൽ നിന്ന് നിന്നെ അടിച്ച് പുറത്താക്കി, പടിയടച്ച് പിണ്ടം വെച്ച്, സ്തോത്രം, പലരും നിന്നെ പുറത്താക്കി. എന്നാൽ എൻ്റെ ദൈവം ഇന്ന് പകൽ നിന്നെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് നിന്നോട് പറയാനൊരു കാര്യമുണ്ട്, എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയത്തില്ല. എവിടാ നീ ഇരിക്കുന്നത്? കർത്താപ്പച്ചൻ്റെ കയ്യിലോ കാലിലോ അല്ല, അവൻ്റെ മിഷൻ സ്റ്റേഷനിലല്ല, അവൻ്റെ സുവിശേഷത്തിൻ്റെ വയൽ പ്രദേശത്തല്ല നീ ഇരിക്കുന്നത്, അവൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഏതോ കോണിലല്ല നീ ഇരിക്കുന്നത്. ദൈവമക്കളെ കേക്ക്, ഈ കാലഘട്ടത്തിൽ നീ ഇരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ നീ ഇരിക്കുക, അവൻ്റെ ഹൃദയത്തിൽ നീ ഇരിക്കുക, തമ്പുരാന്റെ ഹൃദയത്തിൽ. അവിടെയാ നീ ഇരിക്കുന്നത്. അയ്യോ അങ്ങളെ, കർത്താപ്പച്ചൻ്റെ ഹൃദയത്തിൽ ഇരിക്കാൻ എനിക്ക് സ്പേസ് ഉണ്ടോ? ഉണ്ടല്ലോ. 2ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ, ഈ മുന്നിലിരുന്ന് ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ 2ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ കുഞ്ചാക്കോ എടുത്ത ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ജീസസ്. പങ്കി എന്ന് പറയുന്ന ടീച്ചർ തലയിൽ അടിയും തന്ന് റോഡ് സൈഡിലൂടെ കൊണ്ടുപോയി, സ്തോത്രം, ആ ടാക്കീസിൽ, മീനാ ടാക്കീസിൽ ജീസസ് ഫിലിം കാണിച്ചു. അയ്യോ, എന്തോ റിവൈവൽ ആയിരുന്നെന്നറിയോ, എന്തോ കരച്ചിലായിരുന്നു. റിവൈവൽ എന്ന് ഞാൻ വെറുതെ പറഞ്ഞ കാരണം എന്താ, ജീസസ് ഫിലിമിൽ ക്രൂശീകരണം കണ്ടിട്ട് ഞങ്ങൾ കൊച്ചു പിള്ളേരെ എല്ലാം കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് നിലവിളിച്ചു, അയ്യോ പാവ യേശു, ഇതാ കർത്താവിനെ കൊല്ലുന്നു. ഏറ്റവും ഭീകരമായ ഒരു കാര്യം, വർഷങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ക്രൂശിൽ മരിച്ചു. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചിട്ട്, സ്തോത്രം, അവർ പരിപാടി നിർത്തിയില്ല. ഒരു ക്രൂരനായ ഒരു പടയാളി വന്ന് അവൻ്റെ വിലാപ്പുറം നോക്കി കുന്തം കൊണ്ട് കുത്തിത്തുളച്ചു. മാസങ്ങൾ, വർഷങ്ങൾ എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എടാ ദുഷ്ട, നീ എൻ്റെ കർത്താവിൻ്റെ ഹൃദയം കുത്തിത്തുളച്ച്. രക്ഷിക്കപ്പെട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വചനമൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ആ പടയാളിക്കായി നന്ദി. കർത്താവേ, അവൻ കുത്തിത്തുളച്ചത് കൊണ്ട് ആർക്കും തട്ടിപ്പറിപ്പാൻ കഴിയാതെ എനിക്ക് എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിപ്പാൻ ഒരു പ്ലേസ് ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ലോകത്തില് എത്ര വലിയ വെല്ലുവിളി ഉയർന്നാലും, എത്ര വലിയ കൊടുങ്കാറ്റും തിരമാലയും ഭൂമികുലുക്കവും സുനാമിയും പോലെയുള്ള വിഷയങ്ങൾ വന്നാലും there is security. കാര്യം നീ ഇരിക്കുന്ന പണത്തിലല്ല, റബ്ബർ എസ്റ്റേറ്റിലല്ല, ഡിഗ്രിയിലല്ല, ജോലിയിലല്ല, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ. എഴുന്നേറ്റ് നിന്ന്, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയരേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ, ദിനവും യേശുവിൻ്റെ കൂടെ പാടുക, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. എല്ലാവരും ചേർന്ന്
യേശുനാഥ. കരങ്ങൾ ഉയർത്തി പാടിക്കേ. അങ്ങേ വിട്ട് വീണ്ടും അങ്ങേ പോകയില്ല, അങ്ങേ ചേർന്നെന്നും സത്യസാക്ഷി ജീവി. ഒരിക്കൽ കൂടെ അങ്ങേ വിട്ടങ്ങ് കണ്ണുനീരോടെ അങ്ങേ. There is a place in his heart. എന്റെ കർത്താവിന്റെ ഹൃദയത്തിൽ അങ്ങേ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും. ആര് കുരിഞ്ഞു നിൽക്കരുത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പിരിയാം. നന്ദി അപ്പാ. ചതിക്കുന്ന ഈ ലോകത്തിൽ ഏതൊക്കെ ഹൃദയങ്ങളിൽ നിന്നും ഏതൊക്കെ മനസ്സുകളിൽ നിന്നും ഡ്രോപ്പായാൽ പസഫിക്കിനേക്കാൾ വിശാലമായ, ഹിമാലയത്തെക്കാൾ വലുതായ എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു പ്ലേസ് ഉണ്ട്. ആരും എന്നെ അടിച്ചു പുറത്താക്കത്തില്ല. ആരും എന്നെ അടിച്ചു പുറത്താക്കത്തില്ല. ദൈവമക്കളെ എല്ലാവരും സ്വാതന്ത്ര്യം പറ. നിന്നെ ആരും അടിച്ചു പുറത്താക്കത്തില്ല. നിന്നെ ആരും അനാഥരാക്കത്തില്ല. ഒരു ഭൂതത്തിനും ഒരു മനുഷ്യനും നിന്നെ ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്റെ താമ്പുരാൻ നിന്നെ വിളിച്ചവന്റെ ഹൃദയത്തിൽ ഇരുത്തിയിരിക്കാം. യു ജസ്റ്റ് സ്റ്റേ ദേർ. നീ അവിടെ വസിക്ക. നീ അവനിൽ രസിക്ക. നീ അവനിൽ വസിക്ക. നീ അവനിൽ രസിക്ക. മാമ്പൂനിയാന്തുലിന മൗഷം സജനദിയാശ അവന്റെ ഹൃദയത്തിൽ മണഞ്ഞിരിക്കുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട്, ഒത്തിരി വെളിപ്പാടുകളുണ്ട്, ഒത്തിരി രഹസ്യങ്ങളുണ്ട്, ഒത്തിരി വെളിപ്പാടുകളുണ്ട്. തമ്പുരാനെ, ഈ ഫെബ്രുവരി മാസത്തിൽ ഐ ഡിക്ലെയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്, വെളിപ്പാടിന്റെ ഇന്ധനം, വെളിപ്പാടിന്റെ ഇന്ധനം, വെളിപ്പാടിന്റെ ഇന്ധനം എല്ലാ ജനത്തിലും നിറയട്ടെ. വെളിപ്പാടിന്റെ ഇന്ധനത്താൽ നിന്റെ ജനത്തെ നിറച്ചാതെ വെളിപ്പാട് ഞങ്ങളൊന്ന് മുന്നേറട്ടെ, മുന്നേറട്ടെ, ഒഴുകട്ടെ, കുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക വെളിപ്പാട് ഞങ്ങൾ മുന്നേറട്ടെ. മറഞ്ഞത്, നിന്നത്, തീർന്നെന്ന് മനുഷ്യൻ പറഞ്ഞത് ഇനിയുമുണ്ടെന്ന് പറയുവാൻ, ഈ തീർന്നിട്ടില്ലെന്ന് തെളിയിക്കുവാൻ അങ്ങയിൽ നിന്ന് പ്രാപിപ്പാൻ ഇവിടെ കൃപ ചെയ്താട്ടെ. വലിയവ ചെയ്യാം. അങ്ങേക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവരും മാനിച്ചാട്ടെ. എല്ലാ കുട്ടികളും കണ്ണുകളടച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്പെഷ്യൽ പ്ലേസ്, സ്പെഷ്യൽ പ്ലേസ്, സ്പെഷ്യൽ പ്ലേസ്. ആഗ്രഹത്തോടെയല്ല, ആത്മീയ പിതാവെന്നുള്ള നിലയിൽ അത്യാഗ്രഹത്തോടെ ഞാൻ നിങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന, അത്യാഗ്രഹത്തോടെ പ്രൊനൗൺസ് ചെയ്യുന്നു, പ്രൊക്ലൈം ചെയ്യുന്നു, പ്രൊഫസ് ചെയ്യുന്നു. സ്പെഷ്യൽ പ്ലേസ്, സ്പെഷ്യൽ പ്ലേസ്. ആലയത്തിന്റെ നെടും തൂണുകളായി, ദൈവരാജ്യത്തിന്റെ നെടും തൂണുകളായി സ്പെഷ്യൽ പ്ലേസ്, സ്പെഷ്യൽ പ്ലേസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാറ്റിനുമേലും പ്രൊട്ടക്ഷൻ, യാത്രകളിൽ പ്രൊട്ടക്ഷൻ, ഓ ഭാവികളിൽ പ്രൊട്ടക്ഷൻ, കരിയറിൽ പ്രൊട്ടക്ഷൻ, ശുശ്രൂഷകളിൽ പ്രൊട്ടക്ഷൻ, വാഹനങ്ങളിൽ പ്രൊട്ടക്ഷൻ, ഓ ആരോഗ്യത്തിൽ പ്രൊട്ടക്ഷൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അന്ധകാരത്തിന്റെ സാമ്രാജ്യങ്ങളെ തകർത്ത് അവന്റെ സിംഹാസനങ്ങളെ വെട്ടി ഉടച്ച് ഹല്ലേലൂയ അങ്ങയുടെ ഹൃദയത്തിൽ 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 വസിച്ച് മറഞ്ഞ് നിന്നുപോയത് തിരികെ കൊണ്ടുവരുവാൻ, ഒഴിഞ്ഞ കയ്യുമായിട്ടല്ല, ഒഴിഞ്ഞ കയ്യുമായിട്ടല്ല, വെള്ളക്കല്ലാകുന്ന കർത്താവിന്റെ പുതിയ നാമവുമായി നിൽപ്പാൻ അടിയങ്ങൾ ഇവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ. എല്ലാ കണ്ണുകൾ അടയട്ടെ. ഈ ദൂത് ഇൻകംപ്ലീറ്റ് എന്ന് എനിക്കറിയാം. കാരണം ആ കല്ലിൽ എഴുതിയിരിക്കുന്ന ഒരു പേരുണ്ട്. ആ കല്ലിരിക്കുന്നവന് മാത്രമേ അതെന്തെന്നറിയത്തുള്ളൂ. നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? ഞാൻ ഫസ്റ്റ് സർവീസിന് പറഞ്ഞില്ല, നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? യേശുവിന്റെ നാമത്തിൽ നിന്റെ ചുറ്റും നിൽക്കുന്ന ആർക്കും അറിയാത്ത ഒരു വെളിപ്പാടിന്റെ തലം, മറ്റാർക്കും അറിയാത്തതായ ഒരു വെളിപ്പാടിന്റെ മണ്ഡലം സഹോദരിയെ പ്രാപിക്കാൻ, സഹോദരിയെ പ്രാപിക്കാൻ.
നിനക്ക് മാത്രം അറിയാമെന്നുള്ള, നിനക്ക് മാത്രം അറിയാമെന്നല്ല. ആ ഓഫീസുകൾ തുറക്കപ്പെടട്ടെ, ആ പദവികൾ ഉണ്ടാകട്ടെ, ആ പ്രൊമോഷൻ ഉണ്ടാകട്ടെ, ആ ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ആ അതിരുകൾ വിശാലമാകട്ടെ. തിരുവനന്തപുരം പട്ടണത്തിൽ വീണ്ടും ജയത്തിന്റെ കൊടി ഈ പ്രിയപ്പെട്ടവർക്കായി ഉയരട്ടെ. ഇവിടെ തല ഉയരട്ടെ. ദൈവിക ജയം, ഭാവികളിൽ മഹത്വം ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. വിദ്യാഭ്യാസങ്ങൾ വെളിപ്പാടുകളാകട്ടെ, ഭാവികൾ വെളിപ്പാടുകളാകട്ടെ. വെൺമഴുവായി നിർത്തിയാട്ടെ. വലിയ ദൈവകൃപ പകർന്നാട്ടെ. Saturate your people with your glory, 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 glory. We are the people of revelation. Yes. എല്ലാ കൊച്ചുമക്കളെ കരങ്ങൾ അടിച്ച് Mandulini Andarama Shakadagadana Yandaraba Shikada Yatulina Mekoni Ambuna Mamutana Vampina Rinkeni Lakena Rakasa Lako Rokoso Mitana Lekeni Nyamdulena Moshamsa Janariasha Roko Variasini. കഴിയില്ലെനിക്ക് പ്രിയനെ എന്നേശുനാഥ. കമാൺ, ഈ ആഴ്ച മുഴുവൻ പാടണം. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനെ എന്നേശു. കാറിലും വീട്ടിലും പാടണം. കമാൺ. പിരിയാ കരങ്ങൾ ഉയർത്തി ദിനവും യേശു. ദിനവും ദിനവും വീഴാതെ വേണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമറ്റില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ആശീർവാദത്തോടെ പിരിയാം. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കഴിവും വെളിപ്പെടുത്തുന്ന കൃപയും പിതാവായ ദൈവത്തിൻ്റെ ഒരിക്കലും വിട്ടുമാറാത്ത നിത്യമായ സ്നേഹവും ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ സംസർഗം കൂട്ടായ്മയും കാവലും നിങ്ങളോടും നിങ്ങളുടെ തലമുറകളോടും ഇന്നും ഇന്ന് കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. Bye bye. See you on Wednesday Bible study. Thank you so much for the people, those who are watching us across the nation and around the world. God be with you. Have a glorious week. God be with you. God bless you. Amen. Amen.